لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് കടക്കാനിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജാഹിലിയ കാലഘട്ടമാണ് ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ചോദ്യത്തിലേക്ക് വരാം. കാനഫി ബനി ബക്കർ വഅംർ ബിൻ കുൽസും ബനി തമിൽ. അദ്ദേഹം ബനു ബക്കർകാരനായ ഒരു കവിയാണ്. അദ്ദേഹം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അംർ ബിൻ കുൽസൂമിന് തഗലബുകാർക്കിടയിലുള്ള സ്ഥാനം ലഭിച്ചത് പോലെ തന്നെ എന്താണ് ബക്കർ ഗോത്രക്കാരിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആരാണ് അയാൾ? ഇംറുൽ ഖൈസാണോ, ഉമർ ബിൻ അബി റബിയയാണോ, ജമീൽ ബുസൈനയാണോ, ഹാരിസ് ബിൻ ഹില്ലിസയാണോ? പെട്ടെന്ന് ആൻസർ കേട്ടോ. ഒരാളെ പേരാണ് കാണുന്നത്. ഹാരിസ് ബിൻ ഹില്ലിസയാണ് അല്ലെ? ഹാരിസ് ബിൻ ഹില്ലിസയാണ്. അപ്പം ഹാരിസ് ബിൻ ഹില്ലിസ എന്ന് പറയുന്നത് ഒരു ജാഹിലിയ കാലഘട്ടത്തിലെ കവിയാണ്. അദ്ദേഹം ഇറാഖ് പ്രദേശത്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ബക്കർ ബിൻ വായിലുള്ള ഒരു അലീമാണ്. മാത്രമല്ല, ഈ യൗമുൽ ഇഹ്തിക്കാം ദിവസത്തില് ബക്കറിന് വേണ്ടി എന്ത് ചെയ്തിരുന്നു? അംർ ബിൻ ഹിന്ദിന്റെ അടുക്കൽ വാദിച്ചിരുന്ന ഒരു കവിയായിരുന്നു. മാത്രമല്ല, ഇദ്ദേഹം തന്റെ സമൂഹത്തിൽ ഏറ്റവും നന്നായിട്ട് ഫഖർ പാടിയിരുന്ന ഒരു കവിയാണ് ആര്? ഈ പറയുന്ന ഹാരിസ് ബിൻ ഹില്ലിസ. ഇദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ടായിരുന്നു അഫ്ഖർ മിനൽ ഹാരിസ് ബിൻ ഹില്ലിസ എന്ന് പറയുന്നത്. അതായത് ഹാരിസ് ബിൻ ഹില്ലിസയെക്കാൾ ഏറ്റവും നന്നായി ഫഖർ പറയുന്ന ആരുണ്ടായിരുന്നു എന്നൊക്കെ ജാഹിലിയ കാലഘട്ടത്തില് ഇങ്ങനെ സംസാരം വന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇദ്ദേഹം ഒരു ബുറുസാനിൽ പെട്ട ആളാണ്. ബുറുസാൻ എന്ന് വെച്ചാൽ ബർസ് എന്ന് വെച്ചാൽ എന്താ? ബർസ് ബർസ് എന്ന് വെച്ചാൽ എന്താ? വെള്ളപ്പാണ്ടാണോ? യെസ്, വെള്ളപ്പാണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം വെള്ളപ്പാണ്ട് കൊണ്ട് വെള്ളപ്പാണ്ട് ബാധിച്ചതിന്റെ പേരിൽ ഫഖർ നടിച്ചിരുന്ന ഒരു കവിയാണ് ആര്? ഈ പറയുന്ന ഹാരിസ് ബിൻ ഹില്ലിസ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം നല്ലൊരു ഹിക്കമ ആയിരുന്നു. ഷാരുൽ ഹിക്കമ എന്നൊക്കെ ഇദ്ദേഹത്തെ പറയാറുണ്ട്. ആര്? ഷാരുൽ ഹിക്കമാരാണ് സത്യം പറഞ്ഞാൽ സുഹൈർ ബിൻ അബി സലമയാണ്. പക്ഷെ ഇദ്ദേഹം എന്തുണ്ട്? ഹിക്കമയില് കവിതകൾ ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ തുടക്കം ഏതാണെന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന പോയിന്റുകളിൽ പറയാം. ഇനി ഇദ്ദേഹം ഏത് വർഷത്തിലാണ് മരിക്കുന്നത്? 570-ലാണോ, 584-ലാണോ, 600-ലാണോ, അതല്ല 604-ലാണോ? വേഗം ആൻസർ ചെയ്യണേ. നിങ്ങൾ ആരും ആൻസർ ചെയ്യാതിരിക്കില്ലേ? ഇദ്ദേഹത്തിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ റാജിഹായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഏതാണ്? 570-ൽ ഇദ്ദേഹം മരിച്ചു എന്നുള്ളതാണ്. 570-ൽ ഇദ്ദേഹം കാണാൻ പറ്റാം. ഇനി അടുത്തത് നളമൽ ഹാരിസ്. ഓക്കെ, ഇത് കാണും. നളമൽ ഹാരിസ് ബിൻ ഹില്ലിസ മുഅല്ലഖതുഹു ബിഹളറത്തിൽ മലിക് ഡാഷ് യത്ലബു ബിഹ അത്ഫിഹി വറല്ലാഹു. ആരുടെ അടുക്കൽ, ഏത് രാജാവിന്റെ അടുക്കലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഹജ്ജർ ബിൻ ഹാരിസ് ഹിന്ദിയുടെയാണോ, അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ അടുക്കലായിരുന്നോ, അതല്ല ബക്കർ ബിൻ ഹിന്ദിന്റെ അടുക്കലായിരുന്നോ, ഉബൈദ് ബിൻ ഹിന്ദിന്റെ അടുക്കലായിരുന്നു? നമ്മള് നേരത്തെ എന്ത് ചെയ്തിരുന്നു? ഇപ്പൊ പറഞ്ഞ് വെച്ചതേ ഉള്ളായിരുന്നു അല്ലെ? അദ്ദേഹം അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. യൗമുൽ ഇഹ്തിക്കാം ദിവസത്തിൽ
അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ അടുക്കൽ കവിത പാടിയ കവിയാണ് ആര്? ഈ പറയുന്ന ഹാരിസ് ബിൻ ഹില്ലിസ എന്ന് പറയുന്നത്. അദ്ദേഹം 580 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 570 കേട്ടോ, 580 മരണപ്പെടുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. 580 പറഞ്ഞാലും 70 പറഞ്ഞാലൊക്കെ ഏകദേശം ശരിയാണ്. പല പല എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? ഹസൻ സയ്യാത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷെ പുസ്തകങ്ങളിലൊക്കെ ഞങ്ങൾ പഠിക്കാൻ ഉണ്ടായിരുന്ന പുസ്തകങ്ങളിലൊക്കെ എന്താണ് 580 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 580 എന്നുള്ളതാണ് കൊടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു മിനിറ്റ്, ഓക്കെ. ആദൻതുനാ ബി ബൈതിഹാ അസ്മാഉൻ റുബ്ബ സാവിൻ യമില്ലു മിൻഹു അസ്സവാഉ. ഇത് ആരുടെ വരികളാണ്? തന്റെ കാമുകിയെ വർണ്ണിച്ചുകൊണ്ട് പാടുകയാണ് അവിടെ. അപ്പം അത് കാമുകി ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ അകത്ത് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇദ്ദേഹത്തിന്റെ മുകളിലൊക്കെയുടെ വരികളാണ് അല്ലെ, ഹാരിസ് ബിൻ ഹില്ലിസയുടെ മുകളിലൊക്കെയുടെ വരികളാണ് ആദൻതുനാ ബി ബൈതിഹാ അസ്മാഉ റുബ്ബ സാവിൻ യമില്ലു മിൻഹു അസ്സവാഉ എന്നുള്ളത്. കാരണം സുഹൈർ ബിൻ അബി സലമ മിൻ ഖബീലത്ത്, അദ്ദേഹം സുഹൈർ ബിൻ അബി സലമ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി കൊണ്ട് നമ്മൾ ആരെ കുറിച്ച് പറയുന്നത്? ഹാരിസ് ബിൻ ഹില്ലിസയെ കുറിച്ച് പറയുന്നത്. ഇനി സുഹൈർ ബിൻ അബി സലമ എന്ന ഒരു കവിയുണ്ട്, പ്രശസ്തനായ ഒരു കവിയാണ് ആര്? സുഹൈർ ബിൻ അബി സലമ. സുഹൈർ ബിൻ അബി സലമ ഏത് എന്താണ് കബീലയിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമ്മളിവിടെ ഹാരിസ് ബിൻ ഹില്ലിസയെ കുറിച്ച് പറഞ്ഞപ്പോ ഇവിടെ 570 പറഞ്ഞില്ലേ? ഓക്കെ, ഹാരിസ് ബിൻ ഹില്ലിസ 570 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹസൻ സയ്യാത്ത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് 570 വന്നത്. 50 കബിലുൽ ഹിജ്റ എന്ന് പറയാറുണ്ട് കേട്ടോ. ഹിജ്റയ്ക്കും 50 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നതാണ് ഹസൻ സയ്യാത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇദ്ദേഹം നമുക്കറിയാം ബനു ഒത്തുഫാൻ ഗോത്രക്കാരനാണ് ആര്? സുഹൈർ ബിൻ അബി സലമ. മാത്രമല്ല മുസിനിയ ഗോത്രമാണ് അല്ലെ, ബനു ഒത്തുഫാനിലെ മുസിനിയ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു ഭാഗമാണ് ആര്? സുഹൈർ ബിൻ അബി സലമ എന്ന് പറയുന്നത്. അദ്ദേഹം എന്തായിരുന്നാലും ബനു ഒത്തുഫാൻ ഗോത്രക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഷാഇറുൽ ഹൗലിയാത്ത് എന്നറിയപ്പെട്ട കവി ആരാണ്? ഷാഇറുൽ ഹൗലിയാത്ത് തുറഫത്ത് ബിൻ ആബിദ്, ലുബൈദ് ബിൻ റബിഅ, ആയിഷ അൽ ബക്കർ, സുഹൈർ ബിൻ അബി സലമ. സുഹൈർ ബിൻ അബി സലമയായിരുന്നു. ഷാഇറുൽ ഹിക്മ ആരാണ്? ഷാഇറുൽ ഹിക്മയുമാര് തന്നെയാണ്, സുഹൈർ ബിൻ അബി സലമ തന്നെയാണ്. ഇതൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഇദ്ദേഹം ഹക്കീമായിട്ടുള്ള ഒരു കവിയാണ് അല്ലെ, സുഹൈർ ബിൻ അബി സലമ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ കസീദകളെ ഹൗലിയാത്തുകൾ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു സുഹൈർ ബിൻ അബി സലമയുടെ കവിതകളെ നമ്മൾ ഹൗലിയാത്ത് കവിതകൾ എന്ന് പറയാറുള്ളത്? എന്തുകൊണ്ടായിരുന്നു സുഹൈറിന്റെ കവിതകളെ നമ്മൾ ഹൗലിയാത്ത് കവിതകൾ എന്ന് പറഞ്ഞിരുന്നത്? അദ്ദേഹം 4 മാസങ്ങൾ കൊണ്ട് കവിതകൾ രചിക്കുമായിരുന്നു അല്ലെ. അദ്ദേഹം 4 മാസങ്ങൾ കൊണ്ട് കവിത രചിക്കുകയും 4 മാസം അത് സംസ്കരിക്കുകയും 4 മാസം പ്രധാനികളായിട്ടുള്ള എന്താണ് കവികൾക്കിടയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 1 വർഷം പൂർത്തിയാകുന്ന സമയത്ത്, അഥവാ ഒരു ഹൗൽ ഒരു വേരവാട്ട കാലം പൂർത്തിയാകുന്ന സമയത്ത് എന്താണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമായിരുന്നു. ഒന്നും കൂടി പറയാം, അദ്ദേഹം 4 മാസം കൊണ്ട് എന്ത് ചെയ്യും? കവിതകൾ രചിക്കും. എന്നിട്ട് അടുത്ത 4 മാസം കൊണ്ട് എന്ത് ചെയ്യും? അതിനെ അദ്ദേഹം സംസ്കരിക്കും. പിന്നെ അദ്ദേഹം 4 മാസം എന്ത് ചെയ്യും? മറ്റ് പ്രധാനികളായിട്ടുള്ള കവികളുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കും. അദ്ദേഹം ജനങ്ങളിലേക്ക് അത് അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഏകദേശം 12 മാസം കഴിഞ്ഞതിന് ശേഷം എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഒരു ഹൗല് പൂർത്തിയാകുമ്പോൾ മാത്രമായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് തന്റെ കവിതകളെ അദ്ദേഹം എത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തിരുന്നത്? ഷാഇറുൽ ഹൗലിയാത്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ. അതാണ് നമ്മൾ പറഞ്ഞത്. തന്റെ കവിതകൾ അദ്ദേഹം രചിക്കുമായിരുന്നു 4 മാസങ്ങൾ കൊണ്ട്.
അടുത്ത 4 മാസം കൊണ്ട് അതിനെ അദ്ദേഹം സംസ്കരിക്കുമായിരുന്നു ഇത്രേ. പിന്നീടുള്ള 4 മാസം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പ്രധാനികളായിട്ടുള്ള കവികൾക്കിടയിൽ അത് അവതരിപ്പിക്കുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് എന്ത് ചെയ്യും? ഇറങ്ങിച്ചെല്ലുകയും തന്റെ കവിതകൾ അവതരിപ്പിക്കുമായിരുന്നു. ആരായിരുന്നു പറഞ്ഞത് നമ്മള്? ഓപ്ഷൻ എ, സുഹൈർ ബിൻ അബി സലമയായിരുന്നു. ഇദ്ദേഹത്തെ പറ്റി ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ഉമർ ബിൻ ഖത്താബ്. ഇതാരെ പറ്റി പറഞ്ഞതാണെന്നാണ് ചോദ്യം. സുഹൈർ ബിൻ അബി സലമയാണ്. സുഹൈർ ബിൻ അബി സലമയെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഒരിക്കലേ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല്, ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹറം ബിൻ സിനാന്റെ മക്കളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയാണ്, സുഹൈർ ബിൻ അബി സലമ എന്നുള്ള തന്റെ തങ്ങളുടെ വാപ്പയ്ക്ക് അഥവാ ഹറമിന് വേണ്ടി പാടിയ കുറച്ച് മദ്ഹുകൾ നിങ്ങൾ എനിക്ക് പാടിത്തരിക എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം അവര് പാടിക്കൊടുത്തു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നഹു കാന ലിയഹ്സന ഫീകുമുൽ ഖൗൽ, അവൻ നന്നായി നിങ്ങളെ വാപ്പയെ പറ്റി പുകഴ്ത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയാൻ. അപ്പം വല്ലാഹു കുന്നാ നഹ്സിനു ലഹുൽ അതാ, അദ്ദേഹം നന്നായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം പാടിയതിന്റെ പ്രതിഫലമായി കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? നന്നായി അവർക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് സമ്പാദ്യം നൽകി. അതായത് തങ്ങളുടെ വാപ്പയെ നന്നായിട്ട് മദ്ഹ് പാടിയതിന്റെ പേരിൽ എന്ത് ചെയ്തു? തങ്ങളുടെ സുഹൈറിന് ഞങ്ങൾ ഒരുപാട് സമ്പാദ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, നിങ്ങൾ നൽകിയതൊക്കെ എന്ത് ചെയ്തു? അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അയാൾ നിങ്ങൾക്ക് എന്തൊക്കെ നൽകിയോ, അഥവാ കവിത കൊണ്ട് സുഹൈർ എന്തൊക്കെ നിങ്ങൾക്ക് നൽകിയോ അതെന്നും ഇവിടെ ശാശ്വതമായി അവശേഷിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഇന്നും കാലങ്ങൾ എത്രയും കഴിഞ്ഞിട്ട് സുഹൈർ ബിൻ അബി സലമയുടെ കവിതകൾ ഇന്നും നമ്മൾ പഠിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ എന്താണ്? അദ്ദേഹത്തിന്റെ കവിതകൾ പാടിയത് കൊണ്ട് മക്കൾ നൽകിയിട്ടുള്ള സമ്പത്തുകളൊക്കെ എന്ത് ചെയ്തു? അത് ശോഷിച്ചു പോയി. പക്ഷെ അദ്ദേഹം പാടിയിട്ടുള്ള മദ്ഹുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് കഥ മനസ്സിലായോ? കഥ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കാണ്. അപ്പം ആ ചരിത്രം മറക്കരുത് കേട്ടോ. അഷ്അറന്നാസി ഇദാ, സുഹൈറിനെ പറ്റി സുഹൈർ ബിൻ അബി സലമയെ പറ്റി പറഞ്ഞതാണ്. അഷ്അറന്നാസി ഇദാ റുകിബ റഗിബ റഹിബ തുരിബ. നമ്മൾ പറഞ്ഞല്ലേ ഇതാ റഗിബയാണ്. അതായത് എന്താ റഗിബ എന്ന് പറയാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞേ. എന്തായിരുന്നു സുഹൈർ ബിൻ അബി സലമയുടെ കവിതകളെ പറ്റി റഗിബ എന്ന് പറയാൻ കാരണം? നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതായത് ഇദ്ദേഹം ഹാരിസ് ബിൻ ഔഫിനെയും ഹർബ് ബിൻ സിനാനെ കുറിച്ച് മദ്ഹ് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി മദ്ഹ് പാടിയുന്ന കവിയായിരുന്നു എന്നുള്ളതാണ്. സംജാ? ഓക്കെ. ലൈസ മിൻ ശുഅറാഇൽ മദീഹിൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പാടാത്ത കവി ആരാണ്? യൂസുഫ് അൻ-നബഹാനി, അൽ ഇമാം അൽ ബൂസൂരി, സുഹൈർ ബിൻ അബി സലമ, ഇബ്നു നബാന അൽ മിസ്രി. സുഹൈർ ബിൻ അബി സലമെ ആണോ? ഇമാം ബൂസൂരി ആണോ? യൂസുഫ് നബഹാനി ആണോ? ഇബ്നു നബാൻ അൽ മിസ്രി ആണോ? ആരാണ്? നമ്മുടെ സുഹൈർ ബിൻ അബി സലമയാണ്. പക്ഷേ സുഹൈർ ബിൻ അബി സലമ ഇസ്ലാമിലാണ് എന്ന് അതെന്താ തോന്നുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് സുഹൈർ ബിൻ അബി സലമ എന്താണ് ഹക്കീമാണെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു തൗഹീദ് വാദി കൂടിയായിരുന്നു എന്നതാണ്. എനിവേ യൂസുഫ് നബഹാനി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു
ഇസ്ലാമിക പണ്ഡിതനും കാളിയുമാണ്. അദ്ദേഹം ഫലസ്തീനി സ്വദേശക്കാരനാണ്. ആര്? ഈ പറയുന്ന യൂസുഫ് ബിൻ ഇസ്മായിൽ അൽ നബഹാനി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അദ്ദേഹം ബൈറൂത്തിലാണ് മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് അൽ അഹാദീസുൽ അർബഈൻ ഫി അംസാലി അഫ്സഹുൽ ആലമീൻ എന്നുള്ളത്. എന്താണ് അൽ അഹാദീസു അൽ അർബഈൻ ഫി അംസാലി അഫ്സഹുൽ ആലമീൻ എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അത്തൊയ്യിബത്തുൽ ഖർറ, അത്തൊയ്യിബത്തുൽ ഖർറ, അത്തൊയ്യിബത്തു അൽ ഖർറ. അതുപോലെ തന്നെ അൻവാറുൽ മുഹമ്മദിയ, അൻവാറുൽ മുഹമ്മദിയ എന്ന പേരിൽ പലർക്കും പുസ്തകങ്ങളുണ്ട്. അൻവാറുൽ മുഹമ്മദിയ എന്നുള്ള പേരിൽ ഇദ്ദേഹത്തിനും യൂസുഫ് നബഹാനിക്കും എന്തുണ്ട്? ഉസ്താദ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ യൂസുഫ് നബഹാനിയുടെ ഈ അൻവാറുൽ മുഹമ്മദിയ മുമ്പ് സെറ്റ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ളതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. ഒന്നും കൂടി ഓർത്തെടുക്കാനുണ്ടെന്ന് ഈ പറയുന്ന അൻവാറുൽ മുഹമ്മദിയ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇബിന് നുബാത്ത എന്നാണ് കേട്ടോ. ഇബിന് നബാന അല്ല, ഇബിന് നുബാത്ത അൽ മിസ്രി എന്നുള്ളതാണ്. ഇബിന് നബാത്ത അൽ മിസ്രി. അദ്ദേഹം ഒരു കവിയും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. കവിയും എഴുത്തുകാരനൊക്കെ. അദ്ദേഹം ഈജിപ്ത് പ്രദേശക്കാരനാണ്. അദ്ദേഹം വല്ലാത്തൊരു കവിയായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കസീദയാണ് സൂഖുർ റക്കീഖ്. എന്താണ് സൂഖുർ റക്കീഖ് എന്ന കവിതയുടെ കവിതാ ശകലങ്ങളുടെ ഉടമയാണ് ആര്? ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കവി. ഓക്കെ, അദ്ദേഹം ഒരു ഏകദേശം ഒരു അബ്ബാസിയ കാലഘട്ടത്തിന് ശേഷമൊക്കെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അബ്ബാസി കാലഘട്ടത്തിന് തൊട്ടടുത്ത സമയം, ഏകദേശം 1287 മീലാദിയിൽ ജനിക്കുന്നു, 1366 മരിക്കുന്നു. കാനഡേഷ് റാവിയല്ലേ ഔസ് ബിൻ ഹജർ. ഔസ് ബിൻ ഹജറിന്റെ റാവി ആരായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആരാണ്? സുഹൈർ ബിൻ അബി സലമയാണ്. സുഹൈർ ബിൻ അബി സലമയുടെ മുഅല്ലഖ ഏത് ബഹറാണ്? മീമിയാണ്. ബഹർ ഇതാണ്, കാഫിയ മീമിയാണ്. എന്തായിരുന്നു വിഷയം? വസ്ഫുൽ ആഖിറ, ആഖിറത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണോ? അതല്ല മദഹ അബസ വദുബിയാൻ, അബസിനെയും ദുബിയാനെ മദ്ഹ് ചെയ്യുന്നതായിരുന്നോ? അതല്ല ഹാരിസ് ബിൻ ഔഫിനെയും ഹർബ ബിൻ സിനാനെ മദ്ഹ് ചെയ്യുന്നതായിരുന്നോ? അതല്ല യുദ്ധമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ഇദ്ദേഹം നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹർമ ബിൻ സിനാനെ നന്നായിട്ട് ഇദ്ദേഹം മദ്ഹ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഈ ഹർമ ബിൻ സിനാനും ഹാരിസ് ബിൻ ഔഫുമായിരുന്നു എന്ത് ചെയ്യുന്നത്? ഒത്തുഫാൻ എന്ന് പറയുന്ന സമൂഹത്തിനെ നയിച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അബസി ലുബിയാൻ ഗോത്രത്തിൽ എന്താണ് അബസി ലുബിയാൻ ഗോത്രങ്ങൾക്കിടയിലുള്ള യുദ്ധത്തില് എന്താണ് ഒരു അതിനൊരു തടയിട്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി വന്നതാരായിരുന്നു? ഹർബ ബിൻ സിനാനും ഹാരിസ് ബിൻ ഔഫുമായിരുന്നു. അപ്പൊ അവരൊരുപാട് എന്ത് ചെയ്തിരുന്നു? സംഭാവനകൾ ഈ ഒരു യുദ്ധത്തിന് നൽകുകയും അങ്ങനെ ആ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കുക. അമിൻ അമ്മി ഔഫ ദിമ്നതല്ലം തകല്ലുമി ബിഹൗമാനത്തി ദർറാദി ഫൽ മുതസല്ലിമി. ഇതാരുടെ വരികളാണ്? സുഹൈറിന്റെ മുഅല്ലഖയുടെ തുടക്കമാണ് അല്ലെ. ഷായറുൻ ബദഅ മുഅല്ലഖതഹു ബിദിക്രിൽ അത്ലാലി ഹബീബതിഹി ഉമ്മി ഔഫ. ഉമ്മു ഔഫ എന്ന് പറയുന്ന തന്റെ കാമുകിയെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് തന്റെ മുഅല്ലഖ പാടുന്നത്, അല്ലെങ്കിൽ തന്റെ കാമുകിയുടെ ഉമ്മു ഔഫ എന്ന തന്റെ കാമുകിയുടെ വീടിന്റെ അവശിഷ്ടങ്ങളെ കുറിച്ച് പാടിക്കൊണ്ട് കവിത തുടങ്ങുന്ന മുഅല്ലഖ തുടങ്ങുന്ന കവി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതാരാണ്? സുഹൈർ ബിൻ അബി സലമയാണ്. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ മറ്റു ചില വരികളാണ് ഫലാ തക്തമന്നല്ലാഹ മാ ഫീ നുഫൂസിക്കും ലിയഖ്ഫിയ വമാ യക്തമില്ലാഹു യഅലമി. അതായത് ഫലാ തക്തമന്നല്ലാഹ മാ ഫീ നുഫൂസിക്കും,
അതായത് നിങ്ങൾ അള്ളാഹുവിനെ സൃഷ്ടിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹ് കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതായത് നമ്മൾ മനസ്സിൽ പല കാര്യങ്ങളും എന്താണ് ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ അള്ളാഹ് കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹ് എന്തെയും നിങ്ങൾ ആരും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെയും രഹസ്യമാക്കി വെച്ചതൊക്കെ പടച്ചോൻ അറിയുന്നതാണ്. ഇനി അദ്ദേഹം മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ലിസാനുൽ ഫത്താ നിസ്ഫുൻ വനിസ്ഫു ഫുആദുഹു ഫലം യബ്കി ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. അതായത് ഒരു യുവാവിന്റെ നാവ് എന്ന് പറയുന്നത് പകുതിയാണ്. വനിസ്ഫു ഫുആദിഹി മറ്റു പകുതി എന്ന് പറയുന്നത് അവന്റെ ഹൃദയമാണ്. ഇനി നാവും ഹൃദയവുമല്ലാത്ത വലം യബ്കി ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി, വെറും ഇറച്ചി കഷ്ണവും അതേപോലെ തന്നെ രക്തവുമല്ലാതെ അവനുള്ളിൽ ബാക്കി ഒരു ഭാഗവും അവശേഷിക്കുന്നില്ല. അതായത് മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത് എന്താണ്? അവൻ എന്താകണമെന്ന് തീരുമാനിക്കുന്നതാണ്. അവൻ മറ്റുള്ളവർക്കിടയിൽ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് അവന്റെ നാവിലൂടെയാണ്. അവന്റെ നാവ് കൊണ്ടാണ് മനുഷ്യനെ അവൻ വേദനിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരാളെ മനസ്സിലാക്കുന്നത് അവന്റെ ഹൃദയത്തിലാണ്. അപ്പം ഹൃദയവും നാവും എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട്? പൂർത്തിയാക്കുന്നുണ്ട്. അതല്ലാതെ ബാക്കി കാണുന്നതെല്ലാം എന്താണ്? വെറും ഒരു ഇറച്ചി കഷ്ണവും മാംസങ്ങളുമാണെന്നാണ് ആര് പറഞ്ഞത്? സുഹൈർ ബിൻ അബി സൽമ പറഞ്ഞത്. ഇനി അതായത് അതായത് ആരെങ്കിലും അപരിചിതനായിരിക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ ഒരു ശത്രു എങ്ങാനും വരുന്ന സമയത്ത്, അഥവാ അവൻ അപരിചിതനായി ഒരിടത്തും അത് പ്രവാസിയാകുന്ന സമയത്ത് എന്താണ് അവന്റെ മുമ്പിൽ ഒരു ശത്രു വരികയും ആ ശത്രുവിനെ അവൻ എന്ത് വിചാരിക്കും? അവൻ തന്റെ മിത്രമാണെന്ന് വിചാരിക്കും. ഇനി പറയാണ് അതായത് ആരെങ്കിലും ജനങ്ങൾക്ക് നന്മ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ എന്ത് ചെയ്യില്ല, അവന്റെ മേൽ ജനങ്ങൾ നന്മ ചെയ്യുകയില്ല എന്ന് പറയാണ്. അതേപോലെ അദ്ദേഹം പറയാണ് ആരെങ്കിലും നന്മ പ്രവർത്തിച്ചാൽ തന്റെ സമൂഹത്തിലുള്ളവരിൽ നിന്നല്ലാത്ത മറ്റുള്ളവരിലേക്ക് അവൻ അവന് വേണ്ടി അവ സ്തുതി പറഞ്ഞാലും അത് നിന്ദതയായി പരിണമിച്ചേക്കാം എന്നാൽ പറയാണ് സുഹൈർ ബിൻ അബി സൽമ പറയാണ്. അതായത് ആരെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും അതിന്റെ മേൽ അവൻ ആനന്ദം കൊള്ളുകയും ചെയ്തു കഴിഞ്ഞാൽ ആ നന്മ അവന്റെ മേൽ പിന്നീട് അത് ഒരു തിന്മയായി പരിണമിക്കും എന്നാണ് ആര് പറയുന്നത്? സുഹൈർ ബിൻ അബി സലമ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ എന്ത് പറയാറുള്ളത്? ഷാരുൽ ഹിക്മ എന്ന് പറയാറുള്ളത്. വളരെ നമ്മളിപ്പോ ഈ ഒരു അതായത് സുഹൈർ ബിൻ അബി സലമയുടെ കവിതകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എത്ര കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. അത്രയേറെ തത്വങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് സുഹൈർ ബിൻ അബി സലമയുടെ ഓരോ വരികളും. ഇസ്ലാമുഹു, തന്റെ ഇസ്ലാമിന് ശേഷം കവിത ഉപേക്ഷിച്ച കവിയാരാണ്? തൊറഫ, അൻതറ, ഇംറുൽ ഖൈസ്, ലുബൈദ് ബിൻ റബിയ, ലബീദാണ്. ഇഖാൽ ഇന്ന ഉംറഹു 145 സന വഹുവ. ആരാണ്? ലുബൈദ് ബിൻ റബിയാണ്. ആരാണ്? തലപ്പറയപ്പെട്ട കവിയിൽ ഇസ്ലാമിക കാലഘട്ടത്തിൽ എത്തപ്പെട്ട കവിയാരാണ്? മുഅൽഹിൽ, ലബീദ് ബിൻ റബിയ, ഖുസ് ബിൻ സഅദ, ഇംറുൽ ഖൈസ്. ലബീദ് ബിൻ റബിയയാണ്. അഷ്ആറുഹു മലിഅത്തുൻ ബിൽ ഹുക്മി വൽ മൗഇദ വൽ ഹസന. ഇദ്ദേഹത്തിന്റെ കവിതകൾ അധികം മലിഅത്തുൻ ബിൽ ഹുക്മി, തത്വങ്ങളാലും, വൽ മൗഇദത്ത്, സാരോപദേശങ്ങളാലും, അൽ ഹസന, നന്മകളാലും മലിയത്ത് നിറഞ്ഞിരിക്കുന്നതാണ്. അതാരാണ്? ആരുടെ കവിതകളാണ്? താരെ പറയുന്നവല്ലാരുടെ കവിതകളാണ്. അതാരുടേതാണ്? ലബീദ് ബിൻ റബിയ അൽ ആമിരിയുടേതാണ്. പക്ഷേ ഇതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കവിയുണ്ട്. ആരാണ്? സുഹൈർ ബിൻ അബി സലമയാണ്. പക്ഷെ അതിന്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും? ഷാരുൽ ഹിക്മ എന്ന് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കാണ്. ഇനി ആണോ
അഫദ്ദിയാരി മഹല്ലുഹാ വമഖാവിമിഹാണോ ലിഖൗലാത്തി യതലാലിൻ ബിബർകത്തി ഫഹ്മിദിയാണോ അൽ മർഉ യഅമലു അൻ യഈഷ എന്നുള്ളതാണ്. അഫദ്ദിയാരി മഹല്ലുഹാ വമഖാമുഹാ ബിമിനത്ത് തഅബ്ബദഹു ലിഹാ ഫരിജാമുഹാ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോ. ലബീദ് ബിൻ റബീഅ അൽ-ആമിരി വാഹിദും മിൻ അസ്ഹാബിൽ മുഅല്ലഖ വലം യഖുൽ ഫിൽ ഇസ്ലാം ഇല്ലാ ബൈതൻ വാഹിദൻ. ഒരൊറ്റ വരി മാത്രമേ പാടിയിട്ടുള്ളൂ. മുഹന്നിദും മിൻ ഇന്ന റസൂലല്ല നൂറു യസ്തല്ലാഹു ബിഹി മുഹന്നിദും മിൻ സുയൂഫില്ലാഹി മസ്ലൂഹു ഇന്ന ദവാഇബ മിൻ ഖഹ്ഇം വൈഖുവതിഹിം ഖദ് ബയ്യന മിൻഹും മിന്നാസിൽ അത്തബഉ അലസ്തും ഖൈറു മൻ റകിബൽ മതായ വഅന്തൽ ആലമീന ബിതൂനി റാഹ. അതല്ല അൽഹംദുലില്ലാഹി ഇദ് ലം യുഅതനി യദ്രി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല. ഏത് വരികളാണ്? ഡി ആണോ? ഡി. യെസ്, അൽഹംദുലില്ലാ എന്നുള്ള വരികളാണ് അല്ലെ. അൽഹംദുലില്ലാ, അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും. ഇദലം യഅതനി, നീ എന്നതിലേക്ക് എത്തിച്ചു, അജ്ലി അതുകൊണ്ട് തന്നെ, ലബിസ്തു മിൻ ഇസ്ലാമി സിർബാല, എന്താണ് എന്നെ ഇസ്ലാമിന്റെ വസ്ത്രം കൊണ്ട് എന്നെ പുതപ്പിക്കുകയും ചെയ്ത റബ്ബിനാകുന്നു സർവസ്തുതിയും എന്ന് പറയാണ്. ഇതാരുടെ വരികളാണ്? ലുബൈദ് ബിൻ റബീഅയുടെ വരികളാണ്. ഇനി ഈ ഇന്നർ റസൂലന്ന നൂറിൻ ലസ്തല്ലാഹു ബിഹി ആരുടെ വരികളാണ്? അടുത്തത് ഇന്നദ്ദവാഇബ മിൻ ഫഹിരിൻ എന്നാണ് കേട്ടോ. ഫഹിരിൻ വൈഖുവതിഹിം ഖദ് ബയ്യനു മിൻഹു ലിന്നാസ്. ഖദ് ബയ്യനു, ഇവിടെ ചെറിയ തെറ്റുണ്ട്. ഖദ് ബയ്യനു സുന്നത്തുൽ ലിന്നാസി തത്തബഉ എന്നാണ്. ഖദ് ബയ്യനു മിന്നത്തല്ല, സുന്നത്തുൽ ലിന്നാസി തത്തബഉ എന്നുള്ളതാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള എററാണ്. ഞാൻ അതുപോലെ ടൈപ്പ് ചെയ്തെന്നുള്ളൂ. ഇതാരുടെ വരികളാണെന്ന് അറിയോ? അറിയോ? അറിയൂടാ അല്ലെ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ്. ഇത് ഇന്നദ്ദവാഇബ മിൻ ഫിഹ്രിൻ വഇഖ്വതിഹിം ഖദ് ബയ്യനു സുന്നത്തുൽ ലിന്നാസി തത്തബഉ. ഇനി അടുത്ത അലസ്തും ഖൈറു മൻ റകിബൽ മത്തായ ആരുടെയാണ്? ആരുടെ വരികളാണ്? അലസ്തും ഖൈറു മൻ റകിബൽ മത്തായ വഅന്തൽ ആലമീന ബിനൂരി റാഹ. അതായത് ജരീർ എന്ത് ചെയ്യുന്നുണ്ട്? അബ്ദുൽ മലിക് ബിൻ മർവാനെ കുറിച്ച് മദ്ഹ് പാടി എഴുതിയ കവിതയാണ് എന്ത്? അലസ്തും ഖൈറു മൻ റകിബൽ മത്തായ വഅന്തൽ ആലമീന ബിനൂരി റാഹ എന്നുള്ളത്. അതാരെ കുറിച്ച് മദ്ഹ് പാടുന്നതാണ്? ആരെ കുറിച്ച് ആര് പാടിയതാണ്? അബ്ദുൽ മലിക് ബിൻ മർവാനെ കുറിച്ച്. അബ്ദുൽ മലിക് ബിൻ മർവാനെ കുറിച്ച് ജരീർ പാടിയ കവിതകളാണ് അലസ്തും ഖൈറു മൻ റകിബൽ മത്തായ വഅന്തൽ ആലമീന ബിനൂരി റാഹ എന്നുള്ളത്. ഇതൊക്കെ ഓർത്തിരിക്കാട്ടോ. ലഖദ് സഇംതു മിനൽ ഹയാത്തി വതൂലിഹാ വസുആലു ഹാദൻ നാസി കൈഫ ലുബൈദു. അതായത് ലഖദ് സഇമതു ഫിൽ ഹയാത്തി, ഞാൻ ജീവിതത്തിൽ നിന്നും വല്ലാതെ പ്രയാസപ്പെടുകയാണ്. വതൂലിഹ, അതിന്റെ ദൈർഘ്യം കൊണ്ടും. വസുആലു ഹാദൻ നാസി, അപ്രകാരം ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കൈഫ ലബൈദ്, ഓ ലബൈദേ, നിനക്ക് എങ്ങനെയാണ് ഇത്രയും കാലം ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ് നിനക്ക് എങ്ങനെ സാധിക്കുന്നു ലബീദ് എന്ന് പറഞ്ഞു ജനങ്ങൾ പറയാൻ തുടങ്ങി. ഇതാര് പറഞ്ഞതാണ്? ലബീദ് ബിൻ റബിയ പറയാണ്. നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അശ്ഇറു, എന്താണ് കവിത? എന്തായിരുന്നു ജാലകാലഘട്ടത്തിൽ? എന്തായിരുന്നു? അതെ, അശ്ഇറു ദീവാനുൽ അറബ്. അറബികളുടെ രജിസ്ട്രി ആയിരുന്നു എന്ത്? അറബികളുടെ രജിസ്ട്രി ആയിരുന്നു നമ്മുടെ അറബികളുടെ രജിസ്ട്രി ആയിരുന്നു. അഥവാ അവരുടെ ജീവിതങ്ങളെ അതേപോലെ പകർത്തി വെച്ചിരുന്നതുള്ളതായിരുന്നു എന്ത്?
ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ എന്ന് പറയുന്നത്. അപ്പോ തന്റെ ആ ഒരു വളരെ ദീർഘമുള്ള ഏകദേശം 150 വർഷങ്ങളോളമുള്ള ജീവിതത്തിന്റെ അവസാന വേളകളിൽ ഇദ്ദേഹത്തിന് വളരെയധികം വിരസതയായി തോന്നിയിരുന്നു. തന്റെ ജീവിതത്തിന്റെ ആ വിരസത അനുഭവിച്ച വേളകളിൽ അദ്ദേഹം കവിതകൾ രചിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, സമയം ചെലവഴിച്ചിരുന്നു. അത്തരത്തിൽ അദ്ദേഹം എഴുതി വെച്ച ഒരു വാക്യങ്ങളാണെന്ന് ലഖദ് സഇമതു മിനൽ ഹയാത്തി വതൂലിഹാ വസുആലുഹാ ദന്നാസി കൈഫ ലബീദു. അതേ ലഖദ് സഇമതു മിനൽ ഹയാത്ത്, ജീവിതത്തിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു, വളരെ പ്രയാസപ്പെട്ടു. വതൂലിഹാ, അതിന്റെ ദൈർഘ്യം കൊണ്ടും. വസുആലുഹാ ദന്നാസി കൈഫ ലബീദു, ജനങ്ങളെ പ്രകാരം ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ലബീദ് നിനക്ക് ഇത്രയും കാലം ജീവിക്കാൻ കഴിയുക എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി എന്ന് ലബീദ് ബിൻ റബിയ പാടിയ കവികളാണ്. ഇനി ഉലിദ ഫീ ഖബീലത്തിൻ തഗ്ലബ് വനശഅ ബിൽ ജസീറത്തിൽ യമാമ. അദ്ദേഹം തഗ്ലബ് ഗോത്രക്കാരനാണ്. അദ്ദേഹം വളരുന്നത് യമാമയിലാണ്. ഇതാരാണ്? നമുക്ക് നോക്കാരുടെയാണ് അംർ ബിൻ കുലൂസും. അദ്ദേഹം തഗ്ലബ് ഗോത്രക്കാരനാണ്. ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു പ്രാസംഗികനായിരുന്നു. ആരാണ്? അംർ ബിൻ കുലൂസും ആണോ, ത്വറഫയായിരുന്നോ, ഹാരിസ് ബിൻ അലിസയാണോ, ഉബൈദ് ബിൻ അബ്രസ് ആയിരുന്നു? ഓക്കെ, ആരാണ്? അംർ ബിൻ കുലൂസും ബിൻ മാലിക് ബിൻ അബുൽ അസ്വദ് അല്ലെ? അദ്ദേഹം ഒന്നാം തബക്കയിൽപ്പെട്ട തഗ്ലബ് ഗോത്രക്കാരനായിരുന്നു. അദ്ദേഹം ജനിക്കുന്നത് ഷിമാൽ ജസീറത്തുൽ അറബിലാണ്. ജസീറത്തുൽ അറബിന്റെ ഷിമാൽ പ്രദേശത്തായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേരറിയോ നിങ്ങൾക്ക്? ഉമ്മാന്റെ പേരറിയോ? അംർ ബിൻ കുലൂസുമിന്റെ അല്ല 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 അത് അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ കൊട്ടാരത്തിലൊന്ന കവിയാണ്. അത് നമുക്ക് പിന്നീട് പറയാം. ലൈല ബിന്ത് മുഹൽഹിൽ, യെസ്, ലൈല ബിന്ത് മുഹൽഹിൽ ബിൻ റബിയയാണ് ആര്? അംർ ബിൻ കുൽസുമിന്റെ ഉമ്മന്റെ പേര്. ഓക്കെ, ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ഖത്തല ഇബ്നു ഹംദ് ഫി മജ്ലിസിഹി സുമ്മ ആദ ഇലൽ ജസീറ ഫഅൻഷദ ഖസീദതിഹി മുഅല്ലഖ. അംർ ബിൻ ഹിന്ദിനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം കൊല്ലുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ജസീറയിലേക്ക് തിരികെ വരികയും അവിടെ വെച്ചുകൊണ്ട് എന്താണ്, അദ്ദേഹം മുഅല്ലഖ പാടുകയും ചെയ്തു എന്നുള്ളതാണ്. അംർ ബിൻ കുൽസും ആയിരുന്നു. മലിക്കുൽ മുനാദിറ അംർ ബിൻ ഹിന്ദ് ഖത്തലഹു ഷാഉൽ ജാഹിലി. അതായത് മുനാദിറയുടെ രാജാവായിരുന്ന അംർ ബിൻ ഹിന്ദിനെ ഒരു ജാഹിലിക്കാരനായ കവി കൊന്നു. അത് ആരായിരുന്നു? അംർ ബിൻ കുൽസുമായിരുന്നു. അതായത് ഒരു ദിവസം അംർ ബിൻ കുൽസുമിന് എന്ത് ചെയ്യുന്നുണ്ട്? അംർ ബിൻ കുൽസുമിനെ അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഉമ്മയനം കൂടെ കൂട്ടി ക്ഷണിക്കുന്നുണ്ട്. അപ്പോ വളരെ സുഭിക്ഷമായ, അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് വരുന്നു. വളരെ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവിടെ തളികയിൽ വിളമ്പി വെക്കുകയാണ്. ഈ സമയത്ത് അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ ഉമ്മ അംർ ബിൻ കുൽസുമിന്റെ ഉമ്മയോട് ലൈലയോട് പറയാണ്, എന്ത്, വനാവലനിയ തൊബക്ക, നീ ആ പ്ലേറ്റ് ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞാണ്. ഈ സമയത്ത് ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു? അംർ ബിൻ കുൽസും പറയാണ്, തക്കമി സാഹിബത്തുൽ ഹാജത്തി ബി ഹാജത്തി, ആവശ്യമുള്ളവർ വന്ന് എന്ത് ചെയ്തോളൂ, എടുത്തോളൂ, ഉമ്മ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? അംർ ബിൻ കുൽസും ആ സമയത്ത് എന്ത് ചെയ്തു? ഈ അംർ ബിൻ ഹിന്ദ് രാജാവ് എന്ത് ചെയ്യാണ്? ഇവരെ കളിയാക്കി, ലൈലയെ തിരിച്ച് കളിയാക്കുന്നുണ്ട്, എന്തോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് വന്ന അംർ ബിൻ കുൽസുമിന് നന്നായിട്ട് ദേഷ്യം എടുത്തിട്ട് എന്ത് ചെയ്തു? മൂപ്പരെ കൊന്നു. ആരെ? അംർ ബിൻ ഹിന്ദ് രാജാവിനെ മൂപ്പരെ കൊട്ടാരത്തിൽ വെച്ച് കൊന്നു. എന്നിട്ട് മൂപ്പര് തിരിച്ച് ജസീറത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
അദ്ദേഹം വല്ലാണ്ട് ഹാപ്പി ആകുന്നൊക്കെ ഉണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അദ്ദേഹത്തിന്റെ മുഅല്ലഖ എന്ന് പറയുന്നത് വാഫിർ ബഹറിലാണ്. വാഫിറാണ്. അദ്ദേഹത്തിന്റെ വാഫിർ ബഹറിൽ ഏത് കാഫിയാണ്? അല്ലെ? നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ പാടിയിരുന്നാല് കുൽസൂമി വാഫിരി നൂനിയ അല്ലെ? എന്ന് പറയണം. ഇനി മുഅല്ലഖത്ത് അംർ ബിൻ കുൽസൂം ഹിമാസത്തുൻ ഫഖിരിയ വഖദ് നളമഹ ഹസദൻ അല ഉമ്മിഹി വ ഖബീലത്തിഹി. തന്റെ ഉമ്മയെയും ഉമ്മന്റെ ഗോത്രത്തെയും എന്താണ് ഹസദ് വെച്ചുകൊണ്ടാണോ, അസൂയ വെച്ചുകൊണ്ടാണോ? ഹുബ്ബൻ ലി ഉമ്മിഹി വ ഖബീലത്തിഹി. തന്റെ ഉമ്മയുടെയും തന്റെ ഉമ്മന്റെ ഗോത്രത്തിന്റെയും എന്താണ് സ്നേഹം വെച്ചുകൊണ്ടാണോ? ഒള്ളബൻ ലി ഉമ്മിഹി വ ഖബീലത്തിഹി. തന്റെ ഉമ്മയ്ക്ക് വേണ്ടി ദേഷ്യം പിടിച്ചുകൊണ്ടും ഉമ്മന്റെ കുടുംബത്തിന് വേണ്ടി ദേഷ്യം പിടിച്ചുകൊണ്ടുമാണോ? ലാ ബി അംറിൽ മദ്കൂറിയും മദ്കൂറ തറപ്പട്ടയപ്പെട്ട ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ലായിരുന്നു. വേണ്ടി എന്നാണ്, മേലെ എന്നല്ല. വേണ്ടി എന്നാണ്. ഉമ്മക്ക് വേണ്ടി ദേഷ്യം പിടിച്ചു എന്നുള്ളതാണ്. ഏതാണ്? എല്ലാരും ആൻസർ ചെയ്യേ. ഹുബ്ബല്ലി ഉമ്മിഹി വരുന്നുണ്ട്, വലബല്ലി ഉമ്മിഹി എന്ന് വരുന്നുണ്ട്. അതായത് ഇവിടെ എങ്ങനെയാണെന്നറിയോ? ഉമ്മക്ക് വേണ്ടി ദേഷ്യം പിടിച്ചിട്ടല്ലേ പാടിയത്? ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ മൂപ്പരോട് ദേഷ്യം പിടിച്ച് പാടിയതല്ലേ? ഉമ്മയോടുള്ള സ്നേഹം ആണെന്നുകൊണ്ടാണല്ലോ ഉമ്മക്ക് വേണ്ടി ദേഷ്യം പിടിച്ചത്. മനസ്സിലായോ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഒലബൻ ദേഷ്യം വിളിച്ചു, ലി ഉമ്മിഹി തന്റെ ഉമ്മക്ക് വേണ്ടി, ഖബീലത്തി തന്റെ കുടുംബത്തിന് വേണ്ടി എന്നുള്ളതാണ്. ഓക്കെ. ഇദാ ബലഗൽ ഫിതാമ ലനാ സബിയുൻ തഖറലഹുൽ ജബാബിറ സാജിദീന. ഇത് ഈ ബൈത്തിന്റെ ഓർഡർ എന്താണ്? ഇസ ആണോ, ഫസിലാണോ, ഹിജ ആണോ, ഫഖ്റാണോ? ഇത് ആരുടെ വരികളാണ്? അംറുബിന് കുൽസൂമിന്റെ വരികളാണ് അല്ലെ? അംറുബിന് കുൽസൂമിന്റെ മുഅല്ലഖിൽ അദ്ദേഹം പാടുകയാണ്. ഈ തഗലബ് ഗോത്രത്തിലുള്ള കവികൾ എന്താണ് അവരിലെ ചെറുപ്പക്കാരായിട്ടുള്ള, അഥവാ ഫിത്താം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുലകുടി പ്രായം എത്തുന്ന മക്കള്, അവര് ഒരു 7-8 വയസ്സാകുന്ന സമയത്ത്, സ്വബിയാകുന്ന സമയത്ത്, കൊച്ചു കുട്ടികളാകുന്ന സമയത്ത് എന്താണ് തഖറലഹുൽ ജബ്ബാബിറ സാജിദീന, അവിടെയുള്ള ജബ്ബാബിറുകൾ അഥവാ വലിയ വലിയ ആൾക്കാർ എന്ത് ചെയ്യും? ഈ കൊച്ചു കുട്ടിക്ക് എന്ത് ചെയ്യും? സുജൂദ് ചെയ്യുന്നുള്ളതാണ്. അതായത് ചെറിയ കുട്ടികളെ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? തഗ്ലബിലെ ചെറിയ കുട്ടികളെ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ഭയക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി അതായത് ഈ തഗ്ലബ് ഗോത്രത്തെ കുറിച്ച് പറയാറുണ്ട്, അതായത് ഈ തഗ്ലബ് ഗോത്രക്കാർ, അതായത് ഇസ്ലാം എങ്ങാനും വരുന്നത് ഒന്ന് പതിയായി പോയിരുന്നുവെങ്കിൽ ജനങ്ങളെ മുഴുവനും ആര് കൊല്ലുമായിരുന്നേനെ, അല്ലെങ്കിൽ ജനങ്ങളെ മുഴുവൻ ആര് തിന്നുമായിരുന്നേനെ? തഗ്ലബ് ഗോത്രക്കാർ തിന്നുമായിരുന്നേനെ എന്നൊക്കെ പറയാറുണ്ട്. അത്രയേറെ എന്താണ് നന്നായി ആക്ഷേപിക്കുന്നവരായിരുന്നു ഈ പറയുന്ന തഗ്ലബ് ഗോത്രക്കാർ. വസ്ഫുൽ ഹംറ കൊണ്ട് കവിത തുടങ്ങിയ ജാഹിലി കവി ആരാണെന്നാണ് ശ്രദ്ധിക്കുക. വസ്ഫുൽ ഹംറ കൊണ്ട് കവിത തുടങ്ങിയ കവി ആരെന്നുള്ളതാണ്. ഷാഇറുൽ ഹംറിയാത്ത് എന്നല്ല ഇവിടെ പറഞ്ഞത്. വസ്ഫുൽ ഹംറ കൊണ്ട് കവിത തുടങ്ങിയ ജാഹിലി കവി ആരെന്നുള്ളതാണ്. തന്റെ മുഅല്ലഖ തുടങ്ങുന്ന വസ്ഫുൽ ഹംറ കൊണ്ടാണ്. അതാരാണ്? അതാണ് അംറുബിന് കുൽസൂമാണ്. അദ്ദേഹത്തിന്റെ മുഅല്ലഖ എന്ത് തുടങ്ങുന്നതാണ്? അലാ ഹിബ്ബി ബിസ്ഹനിക ഫസ്ബഹീന വലാ തുബ്കി ഖുമൂരിൽ അന്തരീന എന്നല്ലേ? അങ്ങനെയല്ലേ തുടങ്ങുന്നത്? അന്തരീനിയൻ കള്ളുകളെ കുറിച്ച് പാടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം തന്റെ കള്ളു കുടിക്കുന്ന കൂട്ടുകാരോട് ചേർന്ന് അദ്ദേഹം പറയുന്നത്. ഈ സൊഹിനിക്ക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തളിക ഉണ്ടല്ലോ,
തളികയില് എന്താണ്, അതായത് നമ്മൾക്കറിയാം വീഞ്ഞ് വീട്ടിൽ കൊടുക്കുന്ന ആളോട് അദ്ദേഹം കവിത പാടുന്ന രൂപത്തിലാണ് ഇതിനകത്ത് പറയുന്നത്. നീ എന്ത് ചെയ്യാ, എന്റെ തളികയിലേക്ക് എന്താണ് കുറച്ച് വീഞ്ഞ് ഒഴിച്ചു തരിക, എന്നിട്ട് നമ്മൾ എന്താണ് അന്തരീനൻ കള്ളുകളല്ലാതെ മറ്റൊന്നും ബാക്കിയാവുകയില്ല. കാരണം അന്ന് ഏറ്റവും നല്ല കള്ളെന്ന് പറഞ്ഞാൽ അന്തരീനൻ പ്രദേശത്ത് ഉത്പാദിക്കുന്ന കള്ളായിരുന്നു. അതുകൊണ്ട് അത് വേണമെന്ന് അദ്ദേഹം പറയുന്നത് ഒരു വരികളാണ്. നമ്മളിപ്പോ പറഞ്ഞു ഇവിടെ അന്തരീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇസ്മുൽ കറിയയാണോ, ഇസ്മു ഹംറാണോ, ഇസ്മു ജാരിയത്താണോ, ഇസ്മു സാക്കിയത്താണോ? ഈ സാക്കിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വെള്ളക്കെട്ട് എന്നൊക്കെ അർത്ഥത്തിലാണ്. ഇവിടെ അന്തരീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇസ്മു കരിയാണ്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? പലാ തുബുക്കി ഹുമൂറൽ അന്തരീന, അന്തരീനിയൻ കള്ളല്ലാതെ, അന്തരീനൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കള്ളല്ലാതെ മറ്റൊന്നും ബാക്കിയാവുകയില്ല എന്ന് പറയാണ്. മനസ്സിലായോ? ഇവിടെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് അന്തരീന എന്നുള്ളത്. ഇപ്പോ നിങ്ങൾ സെറ്റിന് പഠിക്കുന്നവരെന്ത് ചെയ്യാ, മുഅല്ലഖയുടെ ശർഹൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അബാഹിന്ദ ഫലാ തഅജല അലൈന ഫഅൻദുർന നഖ്ബരിക ലിയഖീന. ഓ അബാഹിന്റെ, ഫലാ തഅജല അലൈന, നീ ഞങ്ങളുടെ മേൽ ഇങ്ങനെ ചെയ്യരുത്. വഅൻദുർന, ഞങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട്. നഖ്ബിറക ലിയഖീന, ഞങ്ങളുടെ ഉണർവിനെ കുറിച്ച് പറഞ്ഞു തരാം നിനക്ക്. നിന്റെ ഉണർവിനെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞുതരാം, ഞങ്ങൾ പറഞ്ഞുതരാം. ഇതിവിടെ അബാഹിന്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? അംറുബിന് ഹിന്ദാണോ, ഹറമിബിന് ഹിന്ദാണോ, ഹാരിസിബിന് ഹിന്ദാണോ, കൈസിബിന് ഹിന്ദാണോ? ആരാണ്? അംറുബിന് ഹിന്ദാണ്. വാഹിദ മിനൽ ആത്തിയത്തിൽ ലൈസ മിനൽ മാദിഹീന ലിൽ മുലൂകി ശിബഹു ജസീറത്തുൽ അറബ് ഫിൽ അസ്ൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എന്താണ് ജസീറത്തുൽ അറബിലെ രാജാക്കന്മാരെ എല്ലാവരും കുറെ ആൾക്കാർ മദ്ഹ് ചെയ്തിട്ടുണ്ട്. എന്നാൽ താരപ്പറയപ്പെട്ടവൾ ആരും മാന്യം ചെയ്തിട്ടില്ല. രാജാക്കന്മാരുടെ മേലൊന്നും തലകുനിക്കാത്ത ഒരു കവിയാണ്. ആരാണ്? ഹസ്സാനായിരുന്നോ, അൻതറയായിരുന്നോ, നാബിയായിരുന്നോ, ഹാരിസ് ബിൻ ഹിൽദിസയാണോ? ആരാണ്? അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സിയായിരുന്നു. ഷായിറുൻ ജാഹിലിയുൻ ലാ യതഅല്ലഖു ബി മലിക്കിൽ ഹീർ അംർ ബിൻ ഹിന്ദ്. അതേപോലെ അംർ ബിൻ ഹിന്ദ് രാജാവ് എന്ന് പറയുന്ന അംർ ബിൻ ഹിന്ദ്, ഹീറയിലെ അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ അടുക്കിലേക്ക് എത്തിപ്പെടാനാകാത്ത കവി ആരാണ്? അന്തറയായിരുന്നോ, അംർ ബിൻ കുലുസൂം ആയിരുന്നോ, ഹാരിസ് ബിൻ ഹില്ലിസയായിരുന്നോ, തൊറഫത്ത് ബിൻ അബദായിരുന്നോ? ചോദ്യം മനസ്സിലായോ? അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന ആളുടെ കാര്യമല്ല പറഞ്ഞത്, കൊട്ടാരത്തിലേക്ക് എത്തപ്പെടാനാകാത്ത കവി ആരെന്നാണ് ചോദ്യം. ബാക്കി എല്ലാവരും എന്താണ്? പരസ്പര പൂരികമായി കണക്റ്റഡ് ആണ്. അല്ല അൻതറത്തിന് ശ്രദ്ധ എന്ത് ചെയ്തിട്ടില്ല, ആ സ്ഥലത്തിലോട്ടേ വന്നിട്ടില്ല. ഇനി ഷാഇറുൻ ജാഹിലിയൻ മൽഹമത്തൻ മഷ്ഹൂറ ഹൗല ശഖ്സിയതിഹി, തന്റെ എന്താണ് തന്റെ വ്യക്തിത്വങ്ങളെ പറ്റി ധീര കഥകളുള്ള കവി ആരാണ്? ധീരമായിട്ടുള്ള കുറെ കഥകൾ ചുറ്റിപ്പറ്റി നടക്കുന്ന ആരെ പറ്റിയിട്ടാണ്? ഇദ്ദേഹത്തിന്റെ ലഖബാണ് അബുൽ ഫവാരിസ് എന്ന് പറയാറാണ്. എന്താണ്? കുതിരപ്പടയാളിയുടെ വാപ്പ എന്നൊക്കെ പറയാറുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച്. അബുൽ മആയിഷ്, അബുൽ മുഖ്ലിസ് എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ കുറിച്ച് പറയാറുണ്ട്. മാത്രമല്ല അഷ്ഹറു ഫുറുസാൻ അൽ അറബ്, ഏറ്റവും നല്ല കുതിരപ്പടയാളിയായിരുന്ന ഒരു കവിയായിരുന്നു ആര്? അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സി എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിലേക്ക് നമ്മൾ വരാണ്. ഇനി അൻതറത്ത് ബിൻ ഇദ്ദേഹത്തിന്റെ കാമുകിയുടെ പേരെന്തായിരുന്നു? ഉനൈസ എന്നായിരുന്നോ, അബില എന്നായിരുന്നോ, ഹുസൈന എന്നായിരുന്നോ, ഉമ്മു ഔഫ എന്നായിരുന്നോ? വെരി ഗുഡ്. നമുക്ക് അറിയാവുന്നത് പോലെ, നമുക്ക് നന്നായി പരിചയമുള്ളത് പോലെ അബിലയായിരുന്നു അല്ലെ? അബില ബിന്ത് മാലിക് അല്ലെ? അബില ബിന്ത് മാലിക്കനാണ്. അദ്ദേഹം
ഈ അബിലയെ ഇഷ്ടപ്പെടും, വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ എന്ത് ചെയ്തിരുന്നില്ല, ഈ അന്തറ വിവാഹം ആലോചിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അമ്മായിരുന്ന മാലിക്കിന്റെ അടുക്കിലേക്ക് വരികയും, പക്ഷേ ഒരു കറുത്ത വർഗക്കാരനായ ഒരാൾക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ ആര് വിസമ്മതിച്ചു? ഈ മാലിക് വിസമ്മതിക്കുകയും പിന്നീട് ഇദ്ദേഹം മറ്റാരെയും വിവാഹം കഴിക്കാതെ ജീവിച്ചു, അബലയെ ഓർത്ത് കരഞ്ഞ് ജീവിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തെ കൊല്ലുന്ന ആളുടെ പേരറിയോ? ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ്. ഇദ്ദേഹം കൊല്ലപ്പെടുന്ന ആരുടെ കൈകളിലൂടെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അസദുർ റഹീസ് അഥവാ ജബ്ബാർ ബിൻ അംറുത്തോയി എന്ന് പറയുന്ന ആൾ, അസദുർ റഹീസ് എന്നറിയപ്പെടുന്ന ജബ്ബാർ ബിൻ അംറുത്തോയിയാണ് അന്തറയെ കൊല്ലുന്നത്. ഇനി ഈ ദാഹിസ് വൽ ഖബറ എന്ന് പറയുന്ന യുദ്ധത്തില് അബിസ് ഗോത്രക്കാരന്റെ ഇതാരായിരുന്നു എന്നുള്ളതാണ്. എതിർപക്ഷത്താരായിരുന്നു? ആരായിരുന്നു? ഹാരിസ് ബിൻ ഹില്ലിസ് അല്ലേ? നമ്മള് നേരത്തെ പറഞ്ഞില്ല, ഓർമ്മ ഉണ്ടോ? ഈ സ്വതന്ത്രനായ നിലയിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞത് ആരെ പറ്റിയിട്ടാണ്? അൻതറത്തുബിന് ഷദ്ദാദിനെ പറ്റിയിട്ടാണ്. അഥവാ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തന്റെ 15-ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്, യുദ്ധം പൊട്ടിപ്പെടുന്നത്, ദാഹിസ് വൽ ഖബറ യുദ്ധം പൊട്ടിപ്പെടുന്നത്. ആ സമയത്ത് ഇദ്ദേഹം തഗലബ് ഗോത്രക്കാരനാണ്, അബിസ് ഗോത്രക്കാരനാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ വല്ലാതെ യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോ ഇങ്ങനെ യുദ്ധം ചെയ്ത് വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പിതാവ് ഇദ്ദേഹത്തെ അത് സ്വീകരിച്ചിട്ടൊന്നുമില്ലായിരുന്നു, മകനാണെന്ന് സ്വീകരിച്ചിട്ടൊന്നുമില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഉമ്മ ഒരു അടിമ സ്ത്രീയാണ്. അപ്പോ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഖുറയ അൻതറ എന്ന് പറയണം, യുദ്ധം ചെയ്യാൻ അന്തറ എന്ന് പറയണം. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അൽ അബ്ദു ലാ യഹ്സനുൽ ഖുർ വഇന്നമാ യഹ്സനുൽ ഹിലാബി വസീദ് എന്ന് പറയുന്നത്. അഥവാ ഒരു അടിമയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, അവനിക്ക് യുദ്ധം ഇഷ്ടമല്ല. അഥവാ പരസ്പരം അടിയുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു അടിമയ്ക്ക് പറ്റിയ പണിയല്ല. അടിമ എന്താ ചെയ്യുക, അവനെപ്പോഴും ഒട്ടകത്തിൽ നിന്നും പാല് ചുരുത്താനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ കാര്യങ്ങൾ തന്റെ യജമാന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഒരു അടിമയുടെ പണി. അല്ലാണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന അടിമയുടെ പണിയല്ല എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയാണ്, നീ അങ്ങനെയെങ്കിൽ നീ സ്വതന്ത്രനായ നിലയിൽ നീ സ്വതന്ത്രനായ നിലയിൽ എന്ത് ചെയ്യുക, അങ്ങനെ യുദ്ധം ചെയ്യുക എന്ന് പറയുകയും ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം നല്ല രൂപത്തിൽ യുദ്ധം ചെയ്യുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് ഈ ഗസലിന്റെ മാധുര്യവും അതേപോലെ തന്നെ ഫഹ്റിന്റെ ആ ഒരു കെട്ടുറപ്പമുള്ള കവിതകൾ ആരുടെ മുഅല്ലക്കയായിരുന്നു? അൻതറയുടെ കവിത മുഅല്ലക്കയുടെ പ്രത്യേകതയായിരുന്നു? ആയിഷയുടെയാണോ, നാബിയയുടെയാണോ, ലബീദ് ബിൻ റബിയയുടെയാണോ? ആരുടെയാണ്? അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബിസിയുടെയാണ്. ഓക്കെ, നിങ്ങളൊക്കെ ആൻസർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇനി അടുത്ത വരികൾ നോക്കിക്കേ. അൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി അം ഹൽ അറഫത ദാറ ബഅദ തബഹമി എന്ന് പറയട്ടെ. ഹൽ ഗാദറ ശുഅറാഉ മിൻ മുതറദ്ദിമി, ഹൽ ഗാദറ ശുഅറ കവികൾ മടങ്ങിയോ, മിൻ മുതറദ്ദിമി എന്താണ് മുത്തറദ്ദിം, അതായത് കാണാതെ നിരാശരായി മടങ്ങിയോ. ഹം അൽ അറഫത ദാറ ബഅദ തബഹമി, നിങ്ങൾ ഇനി മടങ്ങുന്ന വേളയിൽ നിങ്ങൾ ആ വീടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞുവോ. യാ ദാറ അബ്ല ബിൽ ജവാഇ തകല്ലുമി, അതായത് ജവ എന്ന് പറയുന്ന പ്രദേശത്തുള്ള അബിലയുടെ വീടെ, തകല്ലുമി നീ എന്നോട് സംസാരിക്കൂ. വഅമി സിബാഹൻ, നീ അവളോട് ഗുഡ് മോർണിംഗ് പറയൂ. ദാറ അബ്ലത തവഹുമി വസ്ലമി, വഅമി സിബാഹൻ, നീ അവളോട് എന്താ പ്രഭാത വിശേഷണം പറയൂ. ദാറ അബല, ഓ അബലയുടെ വീടെ, വാസ്ലമി നിനക്ക് ശാന്തതയുണ്ടാകട്ടെ എന്ന് ആര് പാടുകയാണ്?
ആര് പാടുകയാണ്? അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബിസി പാടുകയാണ് തന്റെ കാമുകിയുടെ വിശേഷണം വീടിനെ പറ്റി. അതായത് നമുക്കറിയാലോ, ദിക്റുൽ അത്ലാലാണ്, അവശിഷ്ടങ്ങളെ കുറിച്ച് മദ്ഹ് പാടുക എന്നുള്ളതാണ്. ഇതിന് ഏത് ബഹറിലുള്ള വരികളാണ്? വസീത്തിലാണോ, വാഫിറിലാണോ, കാമിലിലാണോ, മദീദിലാണോ? വകമീലു അൻതറത്തിബി അബലതി മീമിയ, അങ്ങനല്ലേ? അങ്ങനല്ലേ നമ്മൾ പാടിയത്? വകമീലു അൻതറത്തിബി അബലതി മീമിയ മിൻ ശുഅറാഇൽ ബിലാത്ത്, കൊട്ടാര കവിയിൽ പെട്ടതാരാണ്? ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. കൊട്ടാര കവി ആരാണ്? നാബിയ, കഅബ്, ആയിഷ, അംർ ബിൻ കുൽസൂം. ആരാണ്? നാബിദ് ദുബിയാനാണ്. അദ്ദേഹം ഷാഇറുൻ വനാഖിദുൻ ജാഹിൽ, ഒരു നിരൂപകനായ കവി ആരാണ്? ആരാണ്? അതും നാബിയത്ത് ദുബിയാനിയാണ്. സിയാദ് ബിൻ മുആവിയ ഹുവ ഇസ്മുൽ അസ്ലി ലിഷായിർ. അബു ഉമാമ സിയാദ് ബിൻ മുആവിയ എന്നാണ് പൂർണ്ണനാമം. ഹുവ ഷാഇറുൻ ജാഹിലിയൻ വ മസീഹിയൻ, ഒരു ക്രൈസ്തവനായ കവിയായിരുന്നു ആര്? ഇദ്ദേഹം നാബിയ ദുബിയാനി. ഇദ്ദേഹത്തെ നാബിയ എന്ന് വിളിക്കാൻ കാരണം ലിഗസാറത്തി ശിഇരിഹി വ നബൂഇഹി, അതായത് നന്നായി കവിത പാടുന്ന കവി എന്ന അർത്ഥത്തിലായിരുന്നു ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നാബിയ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് നമുക്ക് പറയാം. ഇനി ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് കാരണത്തിന് എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ഒരു ഒട്ടകത്തിന്റെ മേലൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വളരെ ചുവന്ന ഒരു കോട്ട തന്നെ ഉണ്ടായിരുന്നു, കുബ്ബ തന്നെ ഉണ്ടായിരുന്നു ഉക്കാദ് ചന്തയിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. ലഹു കുബ്ബത്തുൽ ഹിമറ ഫീ സൂഖി ഉക്കാദ്. ഓക്കെ, ഇതിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ അകത്ത് ഫറസ്തക്ക്, മജ്നൂനുൽ ലൈല, അബുൽ അത്താഹി എങ്ങനെ 3 ഓപ്ഷനും കൂടി ഉണ്ട്. സിയാദ് ബിൻ മുആവിയ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഫറസ്തക്കിന്റെ പൂർണ്ണനാമം ഹമ്മാം ബിൻ ഖാലിബ് ബിൻ സഅസ ആണ്. മജ്നുൽ ലൈല കൈസ് ബിൻ മുലബ്ബഹ് ബിൻ മിസാഹിം അൽ ആമിരിയാണ്. അബുൽ അത്താഹി അബു ഇസ്ഹാഖ് ഇസ്മായിൽ ബിൻ ഖാസിം ബിൻ സുബൈദ് എന്നുള്ള, അങ്ങനെ ഓരോ വ്യക്തികളുടെയും ഫുൾ നാമങ്ങൾ നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കുക. മൻ യുഅരിഫു ബിലഖബി കുബ്ബ ഹിമറ ബി സൂഖി ഉക്കാദ്, സൂഖി ഉക്കാദ് ചന്തയില് ഒരു ചുവന്ന കോട്ട ഉണ്ടായിരുന്നു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതാരായിരുന്നു? അദിയ്യ ബിൻ റബിഅ, മുത്തലമ്മിസ്, ആയിഷ, നാബിയ. ഈ ആരാണ്? ഈ അദിയ്യ ബിൻ റബിഅ ആരാണ്? മുഹൽഹലല്ലേ? യെസ്, മുഹൽഹലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അദിയ്യ ബിൻ റബിഅ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുത്തലമ്മിസിന്റെ പൂർണ്ണനാമം എന്തായിരുന്നു? മുത്തലമ്മിസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു ക്ലാസ്സിൽ. മുത്തലമ്മിസിന്റെ പൂർണ്ണനാമം നമ്മൾ പഠിച്ചതാണ്. ജരീർ ബിൻ അബ്ദുൽ അസീ എന്നാണ്. എന്താണ്? ജരീർ ബിൻ അബ്ദുൽ അസീ എന്നുള്ളതാണ്. ഇതാരാണ്? അതായത് ഉക്കാദിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു കുബ്ബയുണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു? ഇദ്ദേഹത്തിന്റെ മുമ്പിൽ കവിതകൾ അവതരിപ്പിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് ആരുടെയുമായി ബന്ധപ്പെട്ടുള്ളതാണ്? നാബിയുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ യഹ്കമു ഫിൽ മുഫാസിലത്ത് ബൈന ശുഅറ, കവികൾക്കിടയിലുള്ള എന്താണ് പരസ്പര തർക്കങ്ങളൊക്കെ പരിഹരിച്ചിരുന്നത് ആരായിരുന്നു? അഥവാ ആരായിരുന്നു ഏറ്റവും നല്ല കവി എന്നൊക്കെ പരിഹരിച്ചിരുന്നത് ആരായിരുന്നു? അത് നാബിയ ആയിരുന്നു. കാന ഷാഇറുൻ ജാഹിലിയുൻ അല്ലദീ കാന യഅകുലു വയശ്രിബു ആനിയത്തുൽ ഫിദ്ദ വദ്ദഹബ്, അദ്ദേഹം വെള്ളിയിലും സ്വർണത്തിനാലും എന്തായിരുന്നു? അദ്ദേഹം കഴിച്ചിരുന്നു. മിൻ അത്താഇ നഅ്മാൻ ബിൻ മുൻദിർ,
അഥവാ നുഅ്മാൻ ബിൻ മുൻദിർ ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന സുവിശേഷമായിട്ടുള്ള ഫുഡുകൾ അഥവാ നുഅ്മാൻ ബിൻ മുൻദിർ രാജാവിന്റെ അടുക്കലുള്ള കൊട്ടാര കവിയായിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, സ്വർണ്ണ തളികകളിലും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം നൽകിയിരുന്നത്. അഥവാ അത്രയേറെ എന്തായിരുന്നു ദാനങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ മദ്ഹിന്. അതാരായിരുന്നു? നാബിയത്ത് ദുബിയാനി ആയിരുന്നു. അഥവാ ഈ പറയുന്ന നുഅ്മാൻ ബിൻ മുൻദിറിന്റെ രാജകൊട്ടാരത്തിലെ കവിയായിരുന്നു ആര്? നാബിയത്ത് ദുബിയാനി. അഷ്അറന്നാസ് ഇദാ റഹിബ. ഇദാ റഹിബ എന്ന് വിളിക്കുന്നത് ആരെപ്പറ്റിയാണ്? ഇദാ റഹിബ ആരാണ്? നാബിയ അല്ലേ? നമ്മൾ പറഞ്ഞല്ലേ അഷ്അറന്നാസ് ഇദാ റഹിബ, നാബിയത്തെയാണ്. നാബിയത്ത് ദുബിയാനിയുടെ കസീദകളാണ് എന്ത് പേരാണ് അറിയപ്പെടുന്നത്? മുഅല്ലഖാത്ത് കസീദകൾ എന്നാണോ, ഹൗലിയാത്ത് കസീദകൾ എന്നാണോ, അതല്ല ഇഅ്തിദാരിയാത്ത് എന്നാണോ, മക്കാമാത്ത് എന്നാണോ? എന്താ പറയാനുള്ളത്? ഇദ്ദേഹത്തിന്റെ മറ്റു കവിതകളുടെ പേരെന്താണ്? വസ്സാനിയാത്ത് ഉണ്ട്, ലഹ്മിയാത്ത് ഉണ്ട്, ലഹ്മിയാത്ത് ഉണ്ട്, കബീലിയാത്ത് ഉണ്ട്, ഇഅ്തിദാരിയാത്ത് ഉണ്ട്. എന്തൊക്കെയുണ്ട്? വസ്സാനിയാത്ത് ഉണ്ട്, കബീലിയാത്ത് ഉണ്ട്, ലഹ്മിയാത്ത് ഉണ്ട്, ഇഅ്തിദാരിയാത്ത് ഉണ്ട്. ഇതിൽ നമ്മൾ കൂടുതലും പരീക്ഷകൾക്ക് വന്നാറുള്ളത് വസ്സാനിയാത്ത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇഅ്തിദാരിയാത്തുകൾ ഉണ്ട്. ഓക്കെ, ഇഅ്തിദാരി ഹിയ ഖസായിദുൻ തൻസബു ഇലൽ നാബിത്ത് ദുബിയാനി. അൽ മർഉ യഅമലു അൻ യഈശ വതൂല ഐശിൻ ഖദ് യളറഹു. അൽ മർഉ യഅമലു അൻ യഈശ, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? യഅമലു അൻ യഈശ, ജീവിക്കാൻ വേണ്ടി അവൻ പ്രതീക്ഷ വെക്കുന്നുണ്ട്. വതൂല ഐശിൻ, അവന്റെ നീളമുള്ള ജീവിതമായിക്കോട്ടെ, ഖദ് യളറഹു, അത് വളരെ കയ്പ് നീര് നിറഞ്ഞതാണ്. ഇത് ആര് പാടിയ വരികളാണ്? നാബിത്ത് ദുബിയാനിയുടെയാണ്. സ്വനാജത്തുൽ അറബ് എന്ന് വിളിക്കുന്നത് ആരാണ്? സ്വനാജത്തുൽ അറബ് ആരാണ്? ആയിഷയാണ്. ആയിഷയെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്വന്നാജത്തുൽ അറബ് എന്നുള്ളത്. ഓക്കെ, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പം അതൊക്കെ ഓർത്തിരിക്കുക. ലിമ ഉറിഫ അൽ ആയിഷ സ്വന്നാജത്തുൽ അറബ്, എന്തുകൊണ്ടാണ് സ്വന്നാജത്തുൽ അറബ് എന്ന് വിളിക്കാൻ കാരണം? അൻഷദ അഷ്ശാഇർ ഖസീദത്തൻ മതലഹ സ്വന്നാജത്തുൽ അറബ്. സ്വന്നാജത്തുൽ അറബ് എന്ന് പറയുന്ന തുടക്കമുള്ള എന്താണ് കവിത? സ്വന്നാജത്തുൽ അറബ് എന്ന തുടക്കം കൊണ്ടാണ് അദ്ദേഹം കവിത പാടിയത്. കാരണം നന്നായിട്ട് എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം കവിത പാടിയിരുന്നു. നല്ല എന്താണ് അർത്ഥങ്ങളുള്ള കവിതയായിരുന്നു. ഉലിദ ഷായിർ ബി മക്കാൻ ഇസ്മുഹു സ്വന്നാജ, സുന്നാജത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. ജമീഉൽ അസാലിബി സാബിഖത്തി ഗൈറ സ്വഹിയത്ത്, താഴെ തന്നിരിക്കുന്ന മുകളിൽ തന്നിട്ടുള്ള ഒരു കാരണങ്ങളും ശരിയല്ല എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വന്നാജത്തുൽ അറബ് എന്ന് വിളിക്കാൻ കാരണം? എന്തുകൊണ്ടാണ്? അല്ലെ, നന്നായിട്ട് കവിത പാടുന്ന കവിയായിരുന്നു എന്നുള്ളതാണ്. കവിത കൊണ്ട് വളരെ വേഗത്തിൽ പറഞ്ഞു. ഈ സ്വന്നാജത്തിന്റെ അർത്ഥം എന്താ? സ്വന്നാജത്തുൽ അറബിന്റെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇനി എന്താണ്? കവിത കൊണ്ട് വളരെ വേഗത്തിൽ കവിത പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്താണ്? മദ്യത്തെ കുറിച്ച് പാടുന്നതിൽ വളരെ പ്രശസ്തനായ ഒരു കവിയാണ്. ആരാണ്? നമ്മൾ മദ്യം കൊണ്ട് പാടുന്ന രണ്ട് കവികളാണ് മുഅല്ലഖ കവിതയിൽ പറയാറുള്ളത്. ഒന്ന് ആയിഷയും മറ്റൊന്നാരായിരുന്നു? അംർ ബിൻ കുൽസൂമാണ്. ഓക്കെ അല്ലെ? അംർ ബിൻ കുൽസൂം അല്ലേ? അഷ്അറ അന്നാസ് ഡാഷ് ഇദാ തുരിബ. ആരാണ്? ആയിഷയാണ്.
ഷബാബുൻ വശൈബുൻ വഇഫ്തികാരു വസർവത്തുൻ വലില്ലാഹി ഹാദദ് ദഹറു കൈഫ തറദ്ദദൻ. ഷബാബ് യുവത്വം, വശൈബ് നര, വഇഫ്തികാർ എന്താണ് ദാരിദ്ര്യം, വസർവത്ത് ധനിക. ഫലില്ലാഹി ഹാദദ് ദഹറു തീർച്ചയായും അല്ലാഹു തആല ഈ കാലത്തെ കൈഫ തറദ്ദദ ഇങ്ങനെ പരസ്പരം എന്ത് ചെയ്യാണ്, മടക്കിക്കൊണ്ടുവരികയാണ്. അതായത് ഒന്നുകിൽ യുവാവായിരിക്കും, അല്ലെങ്കിൽ എന്താണ് വാർദ്ധക്യമുള്ളായിരിക്കും. ഒന്നുകിൽ ദരിദ്രനായിരിക്കും, അല്ലെങ്കിൽ അവനാണ് സമ്പത്തുള്ളവനായിരിക്കും. ഇത് രണ്ടും ഇങ്ങനെ എന്താണ് പരസ്പരം പടച്ചോൻ എന്താണ് കറക്കി കറക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ്. ഇതാരാണ്? ആയിഷയാണ്. ഇനി ആയിഷ മുസ്ലിമാണോ? നസ്രാണി. എന്താണ്? അദ്ദേഹം നസ്രാനിയാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ ഇസ്ലാം കഴിക്കുന്നത്. ഇദ്ദേഹം എന്താണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്ന വഴിക്കാണ് എന്ത് മരിക്കുന്നത് അല്ലെ? ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? എന്താ ഒട്ടകത്തെ തരാന്ന് പറഞ്ഞപ്പോ തിരിച്ചു പോയതല്ലേ? വേറെ കാര്യങ്ങളുണ്ട്. അതായത് ആയിഷ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ദിവസം മക്കയിലേക്ക് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോവാണ്. കാരണം ഇദ്ദേഹം എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് ഈ വിഷയം ആരറിയുന്നുണ്ട്? മുശ്രിക്കീങ്ങൾ. ഇദ്ദേഹം പോകുന്ന വിഷയം ആരറിയുന്നുണ്ട്? മുശ്രിക്കീങ്ങൾ അറിയുന്നുണ്ട്. അപ്പോ ഇദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം ഇവരോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് പറയണ എന്താണ്? അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വിചാരത്തെ അത് ഹറാമ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ പിന്തിരിയണമെന്ന് പറയും. അപ്പം കാര്യമല്ല എന്ന് പറയും. അപ്പോ ഹംറിനെ എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് ഹംറ് ഹറാമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹംറ് ഹറാമാണെന്ന് പറഞ്ഞപ്പോ എന്ത് പറ്റി? ആയിഷ പിന്തിരിഞ്ഞ് എന്താണ് അദ്ദേഹത്തിന് ഹംറ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. ഇത് ആരുടെ കഥ പോലെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? കുറെ കാലം അമവി കൊട്ടാരത്തിലെ കവിയായിരുന്നു അദ്ദേഹം. മുസ്ലിം ആകാനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഹംറ് കൊണ്ട് തൊട്ടപ്പോ മുപ്പര് പൊള്ളി. മുപ്പര് പറഞ്ഞു മുസ്ലിം ആവൂല എന്ന് പറഞ്ഞു. ആരാണെന്ന് ഓർമ്മയുണ്ടോ? യെസ്, അഖ്തലാണ്. അറബികൾക്കിടയിലെ ആദ്യത്തെ കവി ആരാണ്? മുഹൽഹൽ ആണോ? ഇംറുൽ കൈസാണോ? സഖർ ബിൻ അംറാണോ? ഉബൈദ് ബിൻ അൽ അബ്രസ് ആണോ? യെസ്, മുഹൽഹൽ ബിൻ അദീഖ് ബിൻ റബിയയാണ്. അവലുമൻ കാല ഖസായിദുൽ മത്തൂലത്ത് ബിൻ അൽ അറബ്. അറബികൾക്കിടയിൽ നീണ്ട കാവ്യങ്ങൾ ആദ്യമായി പാടിയത് ആരാണ്? ഒരു മിനിറ്റ്. ഏതാണ്? മുഹൽഹൽ ആണല്ലേ? അവലുമൻ ഹൽഹല ബിശ്ഇരിഹി എന്നൊക്കെ ആരെ കുറിച്ച് പറയാറുണ്ട്? മുഹൽഹിൽ ബിൻ റബിയെ കുറിച്ച് പറയാറുണ്ട്. ഓക്കെ. മനല്ലതി ആഷഫിൽ അസ്ലു ജാഹിലി മിൻ മദ്കൂരിൻ അതിനഹു തന്നിരിക്കുന്നവയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവി ആരാണ്? ആരാണ്? അൽക്കമത്ത് ബിൻ ഫഹലാണ്. അൽക്കമയെ പറ്റി നിങ്ങൾക്ക് അറിയോ? അൽക്കമ ആരാണെന്നറിയോ?
അൽക്കമത്ത് ബിൻ അബ്ദ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഓക്കെ, അദ്ദേഹം ബനു തമീം ഗോത്രക്കാരനായിട്ടുള്ള ഒരു കവിയാണ്. മാത്രമല്ല തുബക്കത്തുൽ-ഊലയിൽപ്പെട്ട ഒരു കവിയാണ്. ഇദ്ദേഹം ഇംറുൽ ഖൈസിന്റെ സമകാലികനായ ഒരു കവിയാണായിരുന്നു അൽക്കമത്ത് ബിൻ ഫഹൽ. ഈ അൽക്കമയും ഇംറുൽ ഖൈസും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അറിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയോ? നമ്മളെ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തൊരു ബന്ധമുണ്ട്, അൽക്കമയും ഇംറുൽ ഖൈസും. എന്തായിരുന്നു അൽക്കമയും ഇംറുൽ ഖൈസും തമ്മിലുള്ള ബന്ധം? എന്തായിരുന്നു? ഓർക്കണുണ്ടോ? ഇമ്രുൽ ഖൈസിന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു. എന്താണ്? ഇംറുൽ ഖൈസിന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയപ്പോ കല്യാണം കഴിച്ചില്ലേ? അതിന് അതായത് ഇംറുൽ രണ്ടുപേരും ഖൈസിന്റെ കവിത പഠിച്ചു. അതായത് ആരായിരുന്നു, അതായത് ഇതിൽ ആരായിരുന്നു അഫ്ഖർ എന്നുള്ള, അതായത് ഏറ്റവും നല്ല കവി ആര് എന്നുള്ളതിന്റെ വിഷയത്തിൽ സംശയം വന്നു. അപ്പോ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിനോട് എന്താണ് ഒരു ബന്ധം, ഒരു എന്താണ് കവിത കൊണ്ട് മത്സരിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല കവിയായിട്ട് അൽക്കമ വന്ന സമയത്ത് എന്ത് ചെയ്തു, ഇത് ഉമ്മുചന്തം അംഗീകരിച്ച എന്താണ് അൽക്കമയാണ് ഏറ്റവും നല്ല കവി എന്ന് അംഗീകരിച്ചപ്പോ ഇംറുൽ ഖൈസ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇദ്ദേഹത്തെ ആരെ ഉമ്മുചന്തബിനെ ഇംറുൽ ഖൈസ് തൊലാക്ക് ചെയ്തു. അതാണ് സംഭവം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇദ്ദേഹം പ്രശസ്തനാകുന്നത് ഇഷ്തഹറബി തുർദാണ്. അഥവാ ഇദ്ദേഹം കൂടുതലും ഈ ഫറസ് അഥവാ ഒട്ടകങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒട്ടക വേട്ടയെ പറ്റിയിട്ടൊക്കെ കവിത പാടിയിരുന്ന ഒരു കവിയായിരുന്നു അൽക്കമ എന്ന വ്യക്തി. ആമന ലിസാനുഹു വകഫറ ഖൽബുഹു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഇദ്ദേഹത്തിന്റെ നാവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചു, പക്ഷെ അതിന്റെ ഹൃദയം കൊണ്ട് അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം കാഫിർ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഉമയ്യത്ത് ബിൻ അബി സൽത്താണ്. ഓക്കെ, അബുൽ ഹക്കം എന്നൊക്കെ അറിയപ്പെടുന്ന ഉമയ്യത്ത് ബിൻ സുൽത്ത് സഖഫിയാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞ വ്യക്തി. അദ്ദേഹം എന്താണ് ഒരു ഹനീഫി ആയിരുന്നു, അഥവാ എന്താണ് ഏകദൈവ വിശ്വാസിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ഈ എന്താണ് നമ്മുടെ വിഗ്രഹാരാധനയും ഒക്കെ അദ്ദേഹം നിരാകരിക്കുകയും ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ എന്താണ് ക്ഷണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമയ്യത്ത് ബിൻ അബി സൽത്ത്. പക്ഷേ അദ്ദേഹത്തിന് വളരെ വലിയ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നമ്മുടെ വിധി പ്രഖ്യാപന നാടുകളും അതുപോലെ തന്നെ വിധിയുടെ എന്താണ് ഹിസാബിന്റെയും സ്വർഗത്തിന്റെയും നരകത്തിന്റെ ഒക്കെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് എപ്പോഴും പരാതി ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹം ഒരു സന്യാസി കൂടിയായിരുന്നു. ഉമയ്യത്ത് ബിൻ അബി സൽത്ത് സന്യാസിയായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് എല്ലാ സംഭവങ്ങളിലൊക്കെ ഇദ്ദേഹം വിശ്വാസം ഉണ്ടെങ്കിലും ഇദ്ദേഹം എന്താണ് അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു സംഭവമാണ് എന്ത്, ഇദ്ദേഹം സന്യാസിയാണ്, അദ്ദേഹം ഏകദൈവ വിശ്വാസിയാണ്, ഒക്കെ ഇരിക്കെ തന്നെ എന്താണ് ഇദ്ദേഹത്തിന് പരാതിയുണ്ട് എന്തിന്റെ വിഷയത്തില്, ഏകദൈവ വിശ്വാസം എന്താണ് വിധി പറയുന്ന ദിവസത്തെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റി നരകത്തെ പറ്റിയിട്ടൊക്കെ ഇദ്ദേഹത്തിന് എന്തുണ്ട്, അതിന് ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഇദ്ദേഹം വെച്ചു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ആമന ലിസാനുഹു വകഫറ ഖൽബുഹു എന്നുള്ളത്. ഇനി വഫീന്റെ വിഷയത്തിൽ അറബികൾ തശ്ബീഹ് ചെയ്യാറുള്ളത് ആരെയായിരുന്നു? വഫാന്ന് വെച്ചാൽ അറിയാലോ, മറ്റുള്ളവർക്ക് ഉദാസീനത കാണിക്കുക എന്നുള്ളത്. അത് ആര് ആണ് അങ്ങനെ കാണിക്കുക? ഹാത്തിമത്വയാണോ, ഉമർ ബിൻ ഖത്താബിനെയാണോ, അതല്ല സമ്ആല് ബിൻ ആദിയനെയാണോ, ഉസ് ബിൻ സഅദത്ത് അൽ-ഇയാദിയാണോ? ബ്രൈറ്റിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ? ആരാണ്? നിങ്ങൾ ഇങ്ങനെ തെറ്റിക്കുമ്പോ സങ്കടം കേട്ടോ. സമ്പാൽ അല്ലെ, സമ്പാൽ ബിൻ ആദിയാണ് അല്ലെ, സമ്മാൽ ബിൻ ആദിയാണ്. യുശബ്ബഹുൽ വഫാ ഡേഷ് വൽ കരീം ബി ഹാത്തിം വൽ ആദിബ് ബിൽ ഉമർ റളിയല്ലാഹു അൻഹു. വഫിയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഇനി കരീം, ഏറ്റവും നന്നായിട്ട് കരീമായിട്ടുള്ള വ്യക്തി ഹാത്തിമത്വയാണ്, എന്നാൽ നീതിമാനായിട്ടുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതാരാണ്? സമ്ആൽ ബിൻ ആദിയാണ്. സമ്ആൽ ബിൻ ആദിയ എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ്, അദ്ദേഹം അസ്ദ് ഗോത്രക്കാരനാണ്, യഹൂദിയായിരുന്നു, അറബിയായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, മാത്രമല്ല
ഇദ്ദേഹം ഈ ഇമ്രുൽ ഖൈസിന്റെ ഒരു കൂട്ടുകാരൻ കൂടിയായിരുന്നു. ഇമ്രുൽ ഖൈസിന്റെ കൂട്ടുകാരൻ കൂടിയായിരുന്നു ഈ സമ്മാല് ബിൻ ആദിയ. ഇദ്ദേഹത്തിന്റെ എന്തിന്റെ വിഷയത്തിലാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് എന്തിന്റെ വിഷയത്തിലാണ്? വഫാഇന്റെ വിഷയത്തിലായിരുന്നു. ഇനി ലൈസത്ത് മിന ഷാഇറാത്തുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ കവിയത്രികളിൽ പെടാത്തവരായാണ് ഖസ്നത്ത് ബിന്ത് ബദർ, ഉജൈമത്ത് ഷെയ്ബാനിയ, റാബിയത്തുൽ അദ്വിയ, ഹിന്ദ് ബിന്ത് ഉത്ബ. നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിലെ കവിയത്രികളെ പറ്റിയൊക്കെ നമ്മൾ ദീർഘനേരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ അകത്ത് ജാഹിലിയ കവിതകളിൽ പെടാത്ത ജാഹിലിയ കവിയത്രികളിൽ പെടാത്ത വ്യക്തി ആരാണ്? ഖസ്നത്ത് ബിന്ത് ബദറാണോ, ഉജൈജത്ത് ഷെയ്ബാനിയാണോ, റാബിയത്തുൽ അദ്വിയാണോ, ഹിന്ദ് ബിന്ത് ഉത്ബയാണോ എന്ന് നോക്കിക്കേ. ജാഹിലിയ കാലഘട്ടത്തിലെ കവിയത്രി എന്നാണ് പറഞ്ഞത്. ഷിർ തസവ്വുഫിലൊക്കെ പ്രശസ്തയായിട്ടുള്ള റാബിയത്തുൽ അദ്വിയ, അത് അമവിയ കാലഘട്ടത്തിലെ കവിയാണ്. ബാക്കി എല്ലാവരും ജാഹിലിയ കവികളാണ്. ഖസ്നത്ത് ബിന്ത് ബദർ ആയിക്കോട്ടെ, ഹുജൈജത്ത് ഷെയ്ബാനി ആയിക്കോട്ടെ, ഹിന്ദ് ബിന്ത് ഉത്ബയൊക്കെ ആയിക്കോട്ടെ. അപ്പം ഹൻസ, ഹിന്ദ് ബിന്ത് ഉത്ബ, സുർക്ക അൽ യമാമ, സഫീഫ അൽ ബാഹുലിയ, ആത്തിക ബിന്ത് അബ്ദുൽ മുത്തലിബ്, സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ്, ഖസ്നത്ത് ബിന്ത് ബദർ, ലൈല അൽ അഫീഫ, ജലീല ബിന്ത് മുറ, ഉമാമ ബിന്ത് ഹാരിസ് അൽ അദ്വാനി, ഉമൈമ, ആമിന ബിന്ത് വഹബ് സുഹൈരി അൽ ഖുറൈശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവാണ് ആമിന റളിയല്ലാഹു അൻഹ. ഉമ്മു ജമീൽ, ഉമൈമ അൽ ഉഷൈമയ, ലൈല ബിന്ത് അദിയ ബിൻ റബിഅ, ഹിന്ദ് ബിന്ത് അൽ ഖസ്, ഉനയ്യ ബിന്ത് അഫീഫ്, കബിഷ ബിന്ത് മഅദി യത്രിബ് അസ്സബീരി. ഓക്കെ, ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട കവിയത്രികളാണ്. ഇനി ലൈസ മിന ശുഅറാഇ സുആലിക്, സുആലിക് കവിയത്രികൾ പെടാത്ത ആരാണ്? കവികളിൽ പെടാത്തത് ആരാണ്? ഷൻഫറ, തഅബ്ബത്ത് ശർറ, ഉറുവ, അൽഖമത്തുൽ ഫഹൽ. ഓക്കെ, അതാണ് അൽഖമത്തുൽ ഫഹലാണ്. അൽഖമത്തുൽ ഫഹലാണ്. ഇതിലേതാ വരുന്നത്? മിനശുഅറാഇ സുആലിക്കാരാണ്. സുആലി കവികൾ പെട്ടതാരാണ്? അത് ഷൻഫറയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഇങ്ങനെയുള്ള ഒരുപാട്. ലാമിയത്തുൽ അറബ് ആരുടെയാണ്? ലാമിയത്തുൽ അറബ് ലാമിയത്തുൽ അറബ് ആരുടെയാണ്? അത് ഷൻഫറയുടെ കവികളാണ് ലാമിയത്തുൽ അറബ്. ലാമിയത്തുൽ അറബ് എത്ര ബൈത്തുകളാണ്? 80. 80? ഓക്കെ, അത് ഏത് ബഹറിലാണുള്ളത് ലാമിയത്തുൽ അറബ്? ഓക്കെ, എന്റെ തുടക്കം വരി അറിയോ? ഉഖീമു ബനി ഉമ്മി സുദൂരി മത്തിയക്കും എന്നാണ് തുടങ്ങുന്നത്. എത്ര വരികൾ ഉണ്ടെന്നാ പറഞ്ഞത്? 80 വരികൾ എന്നല്ലേ? 69 വരികളാണ് ലാമിയത്തുൽ അറബ്. 69 വരികളാണ് എന്ന് കാണാൻ പറ്റും കേട്ടോ. 69 വരികളാണ്, തെറ്റിക്കരുത്. ഉഖില്ലി അലയ്യ അല്ലൂമിയ ഇബ്ന മുൻദിരി വനാമി ഫഇൻ ലം തഷ്തഹി നൗമ ഫസ്ഹരി. ഉഖില്ലി അലയ്യ അല്ലൂമി, നീ എന്റെ മേൽ എന്ത് ചെയ്യും? കുറെ ലൂമ്. ലൂമ് എന്ന് വെച്ചാൽ എന്താ? ലൗമത്ത് എന്ന് വെച്ചാൽ എന്താ? ആക്ഷേപം. ആ, നീ എന്റെ മേൽ പറഞ്ഞു. അലയ്യ ലൂമ്, കുറെ ആക്ഷേപങ്ങൾ പറഞ്ഞു. യാ ഇബ്നത മുൻദിരി, ഓ മുൻദിറിന്റെ മകളെ. വനാമി, എന്താണ്? നീ ഉറങ്ങ്, എന്നിട്ട് നീ ഉറങ്ങിക്കോ. ഫഇല്ലം തഷ്തഹി നൗമ, നിനക്ക് ഇനി ഉറക്കം ഇഷ്ടമില്ലെങ്കിൽ ഫസ്ഹരി, നീ ഉണർന്ന് നിനക്ക്. അതായത് നീ എന്നെ കുറിച്ച് എന്ത് ചെയ്യും? ഒന്നുകില് കുറ്റങ്ങൾ പറ, അല്ലെങ്കിൽ നീ ഉറങ്ങ്. നീ നിനക്ക് അതിനും പറ്റി നിന്റെ ഇഷ്ടം പോലെ നീ എന്ത് ചെയ്യും? എണീച്ചിരിക്കണോ എന്ന് പറയാണ്. ദേഷ്യം പിടിച്ച് പറയാണ്. ഇത് ആര് പറഞ്ഞതാണെന്നാണ് ചോദ്യം. അന്ത്രയുടെ വരികളാണോ? അംർ ബിൻ ഖുലൂസിന്റെ ആണോ? ലുബൈദ് ബിൻ റബിയുടെ ആണോ? ഉർവത്ത് ബിൻ ബർദിന്റെ ആണോ?
ആരുടെ വരികളാണ്? ഉറുബത്ത് ബിനുൽ ബർദ് അതാണ് അദ്ദേഹം അബിസ് ഗോത്രക്കാരനാണ്, ഒത്തുഫാൻപെട്ട അബിസ് ഗോത്രക്കാരനാണ്. ഇദ്ദേഹത്തെ പറ്റി മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ പറയുന്നുണ്ട്, ലൗകാന ലി ഉറുബത്ത് ബിനുൽ ബർദ് വലദുൻ ലിയഹബ്ബത അൻ യതസവ്വജ ഇലൈഹി. അതായത് ഉറുബത്ത് ബിനുൽ ബർദിന് ഒരു മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമാനെ, എന്റെ മകളുടെ മോനിക്ക് കെട്ടിച്ചു കൊടുക്കുവാനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നസ്റുൽ ജാഹിലിൽ പെടാത്ത ഏതാണ്? നസ്റുൽ ജാഹിയുടെ അൻവായിൽ പെടാത്തത് ഏതാണ്? ഹുക്മ, അംസാൽ, വിസായ, തൗഖിയാത്ത്. ഏതാണ്? തൗഖിയാത്താണ്. ഈ ഹുക്മ്, അതുപോലെ തന്നെ അംസാല്, അതുപോലെ മുഫാഖറാത്ത്, അതായത് പൊങ്ങച്ചങ്ങൾ പറയാ, വിസായ വസിയത്ത് നൽകുക, സജഉൽ കഹാൻ ഈ നമ്മുടെ എന്താണ് ഈ പുരോഹിതന്മാരുടെ പൗരോഹിത്യങ്ങള്, അതുപോലെ പ്രസംഗങ്ങളൊക്കെ ഇതിൽപ്പെട്ടതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് നസ്റിന്റെ ഇനങ്ങളാണ്. അൽ ഖിസ്സാൽ, ഖുത്തുബ്, റിവായ, മുഅല്ലഖ, ഇതിൽ ഏതാ വരുന്നത്? ഖുത്തുബുകളാണ്. ഇനി പ്രധാനപ്പെട്ട ജാഹിലിയ കാലഘട്ടത്തിലെ നസറിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇത്തിനാബ്, മക്കാലുൻ തവീൽ, വുജൂദുൽ വസ്നി വൽ കാഫിയ, അൽ ഈജാസ്. ഏതാണ് വരുന്നത്? ഇത്തിനാബായിരുന്നോ? വളരെ നീളമുള്ള മക്കാലകളായിരുന്നോ? വസ്നും കാഫിയും ചേർന്നിട്ടുള്ളതായിരുന്നോ? ഈജാസ്, ചെറിയ പദങ്ങൾ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ആശയങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു. ഏതാണ് വരുന്നത്? ഈജാസ് ആണ്. ചെറിയ ചെറിയ വാക്കുകൾ നൽകി വലിയ വലിയ ആശയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഖൗലുൻ റായിഉൻ മുവാഫിഖുൽ ലിൽ ഹഖ്, ലിൽ ഹഖ് എന്താണ്? മനോഹരമായിട്ടുള്ള വാക്യങ്ങളാണ്. മുവാഫിഖുൽ ലിൽ ഹഖ്, സത്യത്തോട് അത് നീതി പുലർത്തുന്നത്, യോജിക്കുന്നതും. സാലിം മിനൽ ഹശ്വി, എന്താണ്? പോരായ്മകളിൽ നിന്നും അത് എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷപ്പെടുന്നതും. വഹിയ സമ്രത്തുൽ ഹിൻകത്തി വ നതീജത്തുൽ ഖുബ്റ, അതെന്താണ്? വഹിയ നതീജത്തുൽ ഖുബ്റ, എക്സ്പീരിയൻസുകളുടെ എന്താണ്? അതൊരു റിസൾട്ട് ആണ്. അതായത് വലിയ വലിയ ആൾക്കാരുടെ എന്താണ്? എക്സ്പീരിയൻസിന്റെ റിസൾട്ട് ആണ് എന്ന് പറയാണ്. അപ്പൊ ഇത് ഏതിന്റെ എന്താണ് സംഭവമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. അത് ഹിക്മയുമായി ബന്ധപ്പെട്ട് പറയാണ്. ഇനി പ്രധാനപ്പെട്ട ഖത്തീബ്, പ്രാസംഗികൻ ആരാണ്? പ്രധാന പ്രാസംഗികൻ ആരായിരുന്നു? ഉസ്ബിന് സഅദ, ഹജ്ജാജ് ബിൻ യൂസുഫ്, സുഹ്ബാൻ വാഇൽ, നാബിയത്ത് ദുബിയാനി. ഉസ്ബിന് സാഇദ അയാൾ. അദ്ദേഹം ഏത് ഗോത്രക്കാരനായിരുന്നു? അയ്യാദി അല്ല, അയ്യാദി ഓക്കെ, നമ്മളങ്ങനെ പറയാറുണ്ടല്ലേ. ഇയാദ് ഗോത്രക്കാരനായിരുന്നു. ഓക്കെ, ഗോത്രം ഏതെന്ന് നോക്കുമ്പോ അയ്യാദി എന്നല്ല പറയേണ്ടത്, എന്താണ്? ഇയാദ് ഗോത്രക്കാരനായിരുന്നു എന്നുള്ളതാണ്. ഇയാദ് ഗോത്രക്കാരനാണ് അതില് ഈ ഉസ്ബിന് സാഇദ. ലഹ അഷ്ആറുൻ വഅഖ്വാലുൻ വജറത്ത് മജറൽ അംസാൽ, ഇദ്ദേഹത്തിന് ഒരുപാട് എന്തുണ്ട്? കവിതകളുണ്ട്, വഖ്വാലുകൾ, കുറെ വാക്യങ്ങളുണ്ട്. അദ്ദേഹം എന്താണ്? അംസാൽ, ഏറ്റവും നന്നായിട്ട് മുസ്ലികളും ഇദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. ഇത് ആരെ പറ്റി പറഞ്ഞതാണ്? അതാരെ പറ്റി പറഞ്ഞതാണ്? കുസ്ബിന് സാദിയെ പറ്റി പറഞ്ഞതാണ്.
അവ്വലു മൻ ഖാല അമ്മാ ബഅദ് വ ഖതീബുൽ അറബി വ അവ്വലു മൻ ഖാല അവ്വൽ അമ്മാ ബഅദ്. ആദ്യമായിട്ട് അമ്മാ ബഅദ് പറഞ്ഞ കവി പ്രാസംഗികൻ ആരായിരുന്നു? അറബി പ്രാസംഗികൻ ആരായിരുന്നു? അതാരാണ്? ഖുസ് ഇബ്നു സഅദയാണ്. അവ്വലു മൻ ഖതബ അലാ ശറഫിൻ വ തഖഅ അലാ സൈഫിൻ. ആദ്യമായിട്ട് ഉയർന്ന സ്ഥലത്ത് കയറി പ്രസംഗിക്കുകയും ആദ്യമായി എന്താണ് സെയ്ഫ് നമ്മുടെ വാളൂന്തി പ്രസംഗിച്ചതുമായിട്ടുള്ള കവി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാരായിരുന്നു? ഖുസ് ഇബ്നു സഅദ ആയിരുന്നു. ഖുസ് ഇബ്നു സഅദ ആയിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഒരു വരികളാണ്, യാ യുഹന്നാസോ ജനങ്ങളെ, ഇസ്മാഉ നീ ശ്രദ്ധിച്ചു കേൾക്കൂ, വവഉ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ, വനാശമാത്ത് ആരെങ്കിലും ജനിച്ചവൻ മരിക്കും, ഒമൻ മാത്തഫാത്ത് ആരെങ്കിലും മരിച്ചവൻ നഷ്ടപ്പെടും. ഇത് ആരുടെ വരികളാണ്? യെസ്, ഖുസ് ഇബ്നു സഅദയുടെ വരികളാണ്. മൻ അയ്യറക ശൈഅൻ ഫഫീഹി മിസ്ലിഹി വമൻ ളലമക വജദ മൻ യളമഹു. ഇതാരുടെ വരികളാണ്? അതും ആരുടെ വരികൾ തന്നെയാണ്? ഖുസ് ഇബ്നു സഅദയുടെ തന്നെയാണ്. ഇനി അംർ ഇബ്നു മുആദ് യഖ്റബു സുബൈദി, അദ്ദേഹം പ്രശസ്തനാകുന്നത് ഏത് വിഷയത്തിലാണ്? ഖുറൂസത്ത്. ഖുറൂസ എന്ന് വെച്ചാൽ എന്താണ്? ഈ കുതിരയുടെ വിഷയത്തിൽ ധീരത കാണിക്കുക എന്നുള്ളതാണ്. എഴുത്തിലാണോ, കവിതയിലാണോ, കിതാബ പ്രസംഗത്തിലാണോ, എന്തിലാണ് അംർ ഇബ്നു മുആദ് യഖ്റബു സുബൈദി? ഒരു നല്ല ഒരു കുതിരപ്പടയാളിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു, കവിയായിരുന്നു, പ്രാസംഗികനായിരുന്നു അംർ ഇബ്നു മുആദ് യഖ്റബു സുബൈദി. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു പ്രാസംഗികനായിരുന്നു ഈ അംർ ഇബ്നു മുആദ് യഖ്റബു സുബൈദി എന്ന് പറഞ്ഞിട്ട്. കാരണം ഫാരിസുൽ യമൻ, അദ്ദേഹം ഒരു പേർഷ്യക്കാരുടെ എന്താണ് ഒരു കുതിരപ്പടയാളിയായിരുന്നു. ഖതീബുൽ അറബ്, അറബികളുടെ ഒരു പ്രാസംഗികനായിരുന്നു. ബത്ലുൽ ഖാദിസിയത്തി, ഖാദിസിയ യുദ്ധത്തിലെ ഹീറോ ആയിരുന്നു. ഇതാരാണ്? ഇതാരാണ്? അംർ ഇബ്നു മുആദ് യഖ്റബു അസ്സബൈദിയാണ്. അംർ ഇബ്നു മുആദ് മഖ്ദി മഅദി കർബ് എന്ന് പറയാറുണ്ട്, മഅദി യഖ്റബു അസ്സബൈദി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ചില പരീക്ഷകൾക്കൊക്കെ മഅദി കർബ് എന്നൊക്കെ ഉണ്ടാവുക. ഓക്കെ, അദ്ദേഹം ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായിരുന്നു. അബു സൗർ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഓക്കെ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? മുർത്തദ്ദാവുകയും പിന്നീട് ഇസ്ലാമിലേക്ക് തിരികെ വരികയും ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ആദ്യം ഇദ്ദേഹം മുർത്തദ്ദായി, പിന്നീട് ഇസ്ലാമിലേക്ക് വീണ്ടും തിരികെ വന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്ന ഒരു സ്വഹാബി കൂടിയായിരുന്നു അവര്. പ്രത്യേകിച്ചും യർമൂക്ക് യുദ്ധത്തിലും ഖാദിസിയ യുദ്ധത്തിലും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് അംർ ഇബ്നു മുആദ് യഖ്റബു അസ്സബൈദി എന്ന വ്യക്തി. ഓക്കെ, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് അംർ ഇബ്നു മുആദ് യഖ്റബു അസ്സബൈദി മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഏത് വർഷത്തിലാണ് മരണപ്പെടുന്നത്? 643 മീലാദിയിലാണ്. ഇതിലും തസ്തതിഉ ശൈഅൻ ഫദഉഹു ഫജാവസു ഇലാ മാ തസ്തതിഉ. അതായത് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫദഉഹു, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക. വജാവസ ഇലാ മാ തസ്തതിഉ, നിങ്ങൾക്ക് എന്തൊരു കാര്യമാണോ നിങ്ങൾക്ക് സാധ്യമാകുന്നത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പിടിക്കുക. അതായത് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനെ വിട്ടേക്കാം, എന്നിട്ട് നിനക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലേക്ക് നിങ്ങൾ അതിനെ മുന്നോട്ട് മുഴുകുക. ഇത് പറഞ്ഞത് ആരുടെ വരികളാണ് എന്നുള്ളതാണ്. ഇതാരുടെ വരികളാണ്? അംർ ഇബ്നു മുആദ് യഖ്റബു സുബൈദി എന്ന വ്യക്തിയാണ്. ഇനി ഇന്നമൽ മർഉ ബി അസ്അരിഹി ഖൽബിഹി വലിസാനിഹി, അതായത് ഒരു വ്യക്തിയെ ചുരുക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളുടെ മേലാണ്. ഒന്ന് അവന്റെ ഹൃദയവും മറ്റൊന്ന് അവന്റെ നാവുമാണ്. ഹജ്ജാജാണോ, ഖുസ് ഇബ്നു സഅദയാണോ, അക്സമാണോ പറഞ്ഞത്? അംർ ഇബ്നു മുആദ് യഖ്റബു സുബൈദിയാണോ പറഞ്ഞത്? ഇതാരുടെ വരികളാണ്? അംർ ഇബ്നു മുആദ് യഖ്റബു സുബൈദിയുടെ വരികളാണ്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഇത്രയുമാണ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ ഇതോടുകൂടി നമ്മുടെ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു ഡിസ്കഷൻ അവസാനിക്കാണ്. എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ ശുക്രൻ ജസീലൻ. അസ്സലാമു അലൈക്കും.